വന്ദനം. ബിലീവേഴ്സ് ബാറ്റിൽ വിത്ത് ടെംപ്റ്റേഷൻ. പ്രലോഭനത്തിനെതിരെ വിശ്വാസികളുടെ ആ മല്ലയുദ്ധം എന്ന ടോപ്പിക്കിനെ ആസ്പദമാക്കി നൈസി ലിൻഡോ സഹോദരിയുടെ 3ാമത്തെ ക്ലാസ്സിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ നാം എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ നമുക്ക് ഇന്ന് ഗ്രേസി ജോൺസൺ ആൻറ്റി പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. ഓവർ ടു ഗ്രേസി ജോൺസൺ ആൻറ്റി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സായാഹ്ന സമയത്തിനായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അവിടുന്ന് മാത്രമാണ് സകല സ്തുതിക്ക് സ്തോത്രത്തിന് യോഗ്യർ. അവിടുത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, വണങ്ങുന്നു. കർത്താവേ, അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഇങ്ങനെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരുമിച്ച് കൂടി വചനം പഠിക്കുവാനായിട്ട്, ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനായിട്ട് അവിടുന്ന് സഹായിക്കുന്നുവല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിതാവേ, ലീഡ് ചെയ്യുന്ന പ്രിയ മകൾ ഡാർലിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മനോഹരമായിട്ട് ലീഡ് ചെയ്യുവാനായിട്ട് അവിടുന്ന് വേണ്ടുന്ന കൃപകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൾക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് ഉത്സാഹത്തിനുമായിട്ട് ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആയിരിക്കുന്ന സ്ഥാനത്ത് അവിടുന്ന് കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടുന്ന പ്രിയ മകൾ ടൈനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടുവാനായിട്ട് അവിടുന്ന് കൊടുത്തിരിക്കുന്ന ആ കൃപകൾക്കായിട്ട് ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ കർത്താവെ വളരെ പാടുമ്പോൾ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് പാടി അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയ മകളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്ലാസ് എടുക്കുന്ന പ്രിയ മകൾ നൈസി ലിൻഡോയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാണ്. കർത്താവെ, ബിലീവേഴ്സ് ബാറ്റിൽ വിത്ത് ടെംപ്റ്റേഷൻ എന്ന വചനത്തെ എന്ന സബ്ജക്റ്റിനെ ആസ്പദമാക്കി വളരെ ആഴമായിട്ടും വ്യക്തമായിട്ടും കർത്താവെ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 3ാമത്തെ ക്ലാസ് ആകുന്ന. കർത്താവെ, ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പിശാചായവൻ പലവിധ തന്ത്രങ്ങളും പലവിധ പരീക്ഷകളും കൊണ്ടുവന്ന് ഞങ്ങളെ കർത്താവെ ഞങ്ങളെ ചോദിച്ച് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ വീഴിക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി അവനോട് എതിർത്ത് നിന്ന് കർത്താവെ ഞങ്ങൾ വീണു പോകാതെ ക്രിസ്തുവിൽ എങ്ങനെയാണ് ഞങ്ങളൊരു വിശ്വാസകർ ഒരു വിജയ ജീവിതം ക്രിസ്തുവിൽ ജീവിക്കേണ്ടതെന്ന് പ്രിയ മകൾ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിനായിട്ട് ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ മകൾക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേക കഴിവിനായിട്ട് ഞങ്ങൾ അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ കേൾക്കുന്ന വചനം ഞങ്ങൾ മറന്നു പോകാതെ ദൈനംദിനം ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങളത് പ്രായോഗികമാക്കി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ അവർ കുടുംബമായിട്ട് കാശ്മീർ കത്തുവ എന്ന സ്ഥലത്ത് ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന പ്രിയ സിസ്റ്റർ ലവ്ലി തോമസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൾക്കും കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കുമായിട്ട് ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് മീറ്റിങ്ങിന്റെ ആരംഭം മുതൽ അവസാനം വരെ യാതൊരു പ്രോബ്ലം ഇല്ലാതെ എല്ലാം ഭംഗിയായിട്ട് നടക്കുവാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ താഴ്മയോടെ കേൾക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു ആന്റി. എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപച്ചു കൊടുത്തു. സ്തോത്രം. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസവും സന്തോഷവും പകരുന്ന ഒരു പാട്ട് നമ്മൾക്ക് കേൾക്കാം. അതിനായി ടൈനി പ്രിൻസ് സിസ്റ്ററെ ക്ഷണിക്കുന്നു. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് നമ്മുടെ ആത്മീയ ഗീതങ്ങളിലെ 442 പാട്ട് പാടാം. തേടിയിടും ഞാൻ ദിവ്യ തിരുമൊഴി തെളിവോടു തേടിയിടും ഞാൻ
തേടിയിടേണം ആടൽ നീങ്ങാൻ, തേടിയിടേണം ആടൽ നീങ്ങാൻ, തേടിയിടും ഞാൻ ദിവ്യ തിരുമൊഴി തെളിവോടു തേടിയിടും ഞാൻ. മതി തളിരതിലതി ഗുണമരുളിടുമിതു, മതി തളിരതിലതി ഗുണമരുളിടുമിതു, നിധി സമമാം ജനമൃതിഹരമാമിത്, നിധി സമമാം ജനമൃതിഹരമാമിത്, തേടിയിടും ഞാൻ. കരുണയിൻ ജലനിധി ഇതിലറും ദുരിതമേ, കരുണയിൻ ജലനിധി ഇതിലറും ദുരിതമിതറിവരുളും ബഹുകൃപ നിറയുമിത്, അറിവരുളും ബഹുകൃപ നിറയുമിത്, തേടിയിടും ഞാൻ. തിരുരവമിതു മമ ശുഭഗണമനവധി, തിരുരവമിതു മമ ശുഭഗണമനവധി, അരുളേടും പരമിരുളോടുമിത്, അരുളേടും പരമിരുളോടുമിത്, തേടിയിടും ഞാൻ. ശുഭയുഗമതിലഹമണവതുവരെയ്തു, ശുഭയുഗമതിലഹമണവതുവരെയ്തു, പ്രഭയേകും മയി കൃപ തൂകും ഇത്, പ്രഭയേകും മയി കൃപ തൂകും ഇതു, തേടിയിടും ഞാൻ ദിവ്യ തിരുമൊഴി തെളിവോടു തേടിയിടും ഞാൻ. തേടിയിടേണം ആടൽ നീങ്ങാൻ, തേടിയിടേണം ആടൽ നീങ്ങാൻ, തേടിയിടും ഞാൻ ദിവ്യ തിരുമൊഴി തെളിവോടു തേടിയിടും ഞാൻ. താങ്ക് യു. വളരെ മനോഹരമായ പാട്ട്, മനോഹരമായ രീതിയിൽ പാടുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. സ്തോത്രം. ദൈവവചനം നാം തേടണം. നാം ബൈബിളിൽ വാക്യമുണ്ടല്ലോ, വചനം അന്വേഷിച്ച് കണ്ടെത്തുവീൻ. നമുക്ക് ദൈവവചനം തേടി കണ്ടുപിടിച്ച് ആ ദൈവത്തിന്റെ കൃപകളും അറിവും, നമുക്ക് ദൈവവചനത്തോടുള്ള അറിവും വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയാകട്ടെ. തുടർന്ന് നമുക്ക് ബൈബിൾ സ്റ്റഡിയിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നാം പ്രലോഭനങ്ങളെ നേരിടുവാനായിട്ട്, നാം എങ്ങനെ നമ്മുടെ ഈ ടെംപ്റ്റേഷന്റെ എതിരാളി ആരാണെന്നും ആ എതിരാളിയുടെ ലക്ഷ്യവും ഉദ്ദേശവും ആഗ്രഹവും എന്താണെന്ന് നാം പഠിക്കുവാനായിട്ട് സാധിച്ചു. നാം ജാഗ്രതയോടെ ഇരിക്കണം. നമ്മുടെ ശ്രദ്ധ പതറിപ്പോകാതെ നാം ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ നാം സ്വയം പ്രതിരോധിക്കണം എന്ന് നാം പഠിച്ചു. കൂടാതെ ദൈവത്തിന് പ്രയോജനമുള്ളവരായിരിക്കണം എന്നും നമുക്ക് പഠിക്കുവാൻ സാധിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പിശാചിന്റെ അല്ലെങ്കിൽ എതിരാളിയുടെ തന്ത്രങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് ഇടയാക്കി തീർത്തു. ചതിയെക്കുറിച്ചും വശീകരണത്തെക്കുറിച്ചും നമുക്ക് കൂടുതലായി ചിന്തിക്കുവാനായിട്ട് സാധിച്ചു. ദൈവവചനം നാം എടുത്തു കാണിച്ച് കൊണ്ട് പിശാച് നമ്മെ വശീകരിക്കും. കൂടാതെ പല രീതിയില് സാത്താൻ നമ്മളെ വശീകരിക്കും. വാഗ്ദത്തങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ വശീകരിക്കും. എന്നാൽ യേശു കർത്താവിന്റെ പരീക്ഷയില് പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണത്തോടു കൂടിയായിരുന്നു. പരിശുദ്ധാത്മാവ് യേശു കർത്താവിനെ പാപമില്ലാത്തവനെന്നും
ദൈവപുത്രൻ എന്നും തെളിയിക്കുവാൻ വേണ്ടിയാണ് ആ പരീക്ഷ നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ദൈവവചനം കൊണ്ട് പിശാചിനെ തോൽപ്പിച്ചു. നമുക്കും പ്രലോഭനങ്ങൾ വരുമ്പോൾ കൺട്രോൾ ചെയ്യണം. ദൈവഹിതത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നാം പൂർത്തീകരിക്കണമെന്നും ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണമെന്നും ദൈവം വചനം എന്ത് അനുവദിക്കുന്നുവോ അത് നാം ചെയ്യണമെന്നും നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ എതിരാളിയെ നമുക്ക് തോൽപ്പിക്കുവാൻ ഇടയാകട്ടെ. ഇന്ന് തുടർന്ന് കൂടുതലായി നാം ഗ്രേസ് കുട്ടി ആന്റി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ വളരെ ആഴത്തിലും വ്യക്തമായും പറയുവാൻ തക്കവണ്ണം നൈസി സിസ്റ്ററെ ദൈവം പ്രയോജനപ്പെടുത്തുന്നതോർത്ത് സ്തോത്രം. തുടർന്നും ഇന്നത്തെ ക്ലാസ്സും പരിശുദ്ധാത്മാവിന്റെ നിറവോടെ സംസാരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും അത് അനുഗ്രഹമായി തീരുവാനും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം. ഓവർ ടു നൈസി ലിൻഡോ സിസ്റ്റർ. താങ്ക് യു ഡാർലി ആന്റി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരാഴ്ചയും കൂടെ നമുക്ക് ഇങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം പഠിക്കാനായിട്ട് തന്ന ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഈ രാത്രി സമയത്ത് എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ആദ്യമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അടിയനോർത്ത് പ്രാർത്ഥിക്കുകയും പ്രോത്സാഹന വാക്കുകൾ പറയുകയൊക്കെ ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവം ധാരാളമായിട്ട് നമ്മൾ ഓരോരുത്തരെയും ഒരുമിച്ച് ഇത് പഠിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. മുന്നോട്ടുള്ള 1 മണിക്കൂർ നമ്മൾ ഒരുമിച്ച് ഇത് പഠിക്കുകയും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ട് ആഴത്തിലേക്ക് ഇറങ്ങി നിന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് അവലോകനം ചെയ്യുവാനൊക്കെ ആയിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ഒരു സമ്മറി ഡാർലി ആന്റിയും പറയാനായിട്ട് ഇടയായി. ഇനി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. 2-3 ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നമുക്കൊന്ന് ഓർക്കാനായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ചോദിക്കാം. നമ്മൾ പഠിച്ച ആ ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ടും ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടും വേണം ഇതിന് ആൻസർ നമ്മൾ കണ്ടെത്താനായിട്ട്. അറിയോ ഇല്ലയോ എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കണം ഇതിന്റെ വശങ്ങളല്ല. അതിന് വേണ്ടിയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മെ പ്രലോഭനത്തിലേക്ക് നയിക്കാവുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ആർക്ക് വേണേലും അൺമ്യൂട്ട് ചെയ്ത് പറയാം. ലോൺലിനെസ്, റൈറ്റ്. പിന്നെ നമ്മൾ ശാരീരികമായിട്ട് വളരെയധികം ക്ഷീണിച്ചിരിക്കുമ്പോൾ അല്ലെ, മെന്റലി എക്സോസ്റ്റ് ആകുമ്പോൾ ഇതൊക്കെ നമ്മളെ നയിക്കാവുന്നതാണ്. പിന്നെ ചിലപ്പോൾ നമ്മളൊരു പ്രധാന മിനിസ്ട്രിയിലേക്ക് ദൈവം നമ്മളെ ആനയിക്കുന്ന ആ സമയത്തായിരിക്കാം നമുക്ക് ആ രീതിയിലുള്ള പ്രലോഭനങ്ങൾ വന്ന് നമ്മൾ ഒരു പക്ഷേ ആത്മീയമായിട്ട് ക്ഷീണിച്ചു പോകാനായിട്ട് ഇടയാവുന്നത്. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, മിക്കവാറും നമ്മുടെ പാപങ്ങളെ ഏതെല്ലാം രീതിയിലാണ് ന്യായീകരിക്കാറുള്ളത്? ഇത് പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ന്യായീകരിക്കാറുള്ളത്? പാപങ്ങൾക്ക് ന്യായീകരണം ഉണ്ടോ? ന്യായീകരിക്കാൻ പാടുമോ? നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളത് പറഞ്ഞിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേഴ്സണലായിട്ട് ചിന്തിച്ചാൽ മതി. പാപങ്ങൾക്ക് ന്യായീകരണം ഉണ്ടോ ദൈവസേനയില്? ഇല്ല, ഒരിക്കലും ഇല്ല. വെരി ഗുഡ്. പിന്നെ ഏത് തരത്തിലുള്ള ചൂണ്ടക്കൊളുത്തുകളാണ് നമ്മെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി സാത്താൻ ഉപയോഗിക്കുന്നത്? നമ്മൾ ചിന്തിച്ച ചില ചൂണ്ടക്കൊളുത്തുകൾ, അത് നമ്മൾ പേഴ്സണലായിട്ട് ചിന്തിച്ചാൽ മതി. യെസ്. രസം തരുന്ന തോന്നല്, കണ്ണിന് ഭംഗിയുള്ളത് കാര്യങ്ങള്. നമ്മള് ഹവയുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചല്ലോ അല്ലെ, എത്രമാത്രം നമ്മൾ അട്രാക്ട് ചെയ്തു, ആകർഷണമാക്കി പല കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ജീവിതമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കണം ഈ കാര്യങ്ങളൊക്കെ. ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് നമ്മളെ കണ്ണിന് മീൻസ് ആകർഷിക്കുന്നത്, നമ്മുടെ ശരീരത്തിന് ആഗ്രഹം ജനിപ്പിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വൈറസിന്റെ കാര്യം പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഒരു വൈറസിനെ പോലെ പ്രലോഭനം എങ്ങനെയാ സാമ്യമുള്ളതാവുന്നേ? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു വൈറസിന്റെ കാര്യം പറഞ്ഞിരുന്നു, ഓർക്കുന്നോ? വൈറസിനെ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. അഗർ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ വൈറസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ വായു നമ്മൾ ശ്വസിക്കാൻ നമ്മൾ മാറിപ്പോകും അല്ലെ. അതുപോലെ തന്നെ എന്താണ്, സാത്താനെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. ഹീസ് എ സ്പിരിറ്റ് ബീയിങ് അല്ലെ. അപ്പോ അതുകൊണ്ട് എന്താണ്, നമ്മൾ അപ്പോൾ വളരെ സൂക്ഷിച്ചും അവന്റെ എന്നാലും ആ പ്രലോഭന ഇടങ്ങൾ നമ്മൾ മനസ്സിലാക്കി വേണം
നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മുടെ സ്റ്റെപ്പുകൾ വെക്കാനായിട്ട്. ഏത് സമയത്തും സാത്താൻ നമ്മളെ അറ്റാക്ക് ചെയ്യാം, ആ രീതിയിൽ നമ്മളെ പ്രലോഭനത്തിലേക്ക് കൊണ്ടുപോയി പാപത്തിലേക്ക് നയിക്കാം എന്നുള്ള ഒരു ബോധം നമുക്ക്, നമ്മളെ രോഗബാധിതരായി തീരാം എന്നുള്ള ഒരു ചിന്ത നമ്മളെപ്പോഴും ഭരിക്കേണ്ടതായിട്ട്, വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ആ രീതിയിൽ നമ്മൾ നടക്കാനായിട്ട്. ഓക്കെ. ശാരീരിക അഭിലാഷങ്ങളോടുകൂടെ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കാൻ അവയിൽ ഒന്നുപോലും നിരസിക്കണമെന്ന് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കാത്തത് എന്താ? അല്ലെ? ദൈവം അങ്ങനെയാണെങ്കിൽ നമ്മൾ പാപം ചെയ്യാതിരിക്കാനായിട്ട് നമ്മുടെ ശാരീരിക അഭിലാഷങ്ങളെ നമ്മളിൽ നിന്ന് അങ്ങ് മാറ്റിയാൽ പോരായിരുന്നോ? എന്തുകൊണ്ടാണ് ദൈവം അതിൽ നമ്മൾ ശാരീരിക അഭിലാഷങ്ങളോടുകൂടി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കാൻ അവയിൽ ഒന്നുപോലും നിരസിക്കണമെന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കാത്തത് എന്താ? നമ്മളത് നിരസിച്ച് ജീവിക്കണമെന്നാണോ? എന്താ അതിന് നമുക്കൊരു ചിന്തിക്കാൻ പറ്റുന്ന, എന്താ നമുക്ക് അതിനൊരു മറുപടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? നാം നിയന്ത്രിക്കണം, നിരസിക്കണ്ട, നാം നിയന്ത്രിക്കണം. നമ്മൾ കൺട്രോൾ ചെയ്യണം. ദൈവഹിതത്തിൽ ആശ്രയിച്ചും ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചും തീർച്ചയായിട്ടും നമുക്കത് നിയന്ത്രിക്കാനായിട്ട് കഴിയും, അല്ലെ? അതിന് യാതൊരു സംശയമില്ല. കാരണം യേശു കർത്താവ് നമ്മളെ പോലെ തന്നെ ഒരു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. യേശു കർത്താവ് എങ്ങനെ, അതാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് യേശു കർത്താവിന്റെ ലൈഫാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അപ്പം മാത്രമല്ല, ശാരീരിക അഭിലാഷങ്ങൾ നമ്മൾ എങ്ങനെയാ ദൈവഹിതത്തിന് അകത്ത് നിന്നുകൊണ്ട് നമ്മൾ അതിനെ ഫുൾഫിൽ ചെയ്യാം, അല്ലെ? പൂർത്തീകരിക്കാം. അത് നമ്മൾ കണ്ടു, അല്ലെ? ദൈവഹിതത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവിക സമയത്ത് നമുക്കത് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ദൈവം നമുക്ക് ശാരീരിക അഭിലാഷങ്ങളെ തന്നിട്ടുള്ളത് നമ്മൾ നിരസിക്കുക ഒന്നും വേണ്ട. പക്ഷെ അതിനെ എവിടെ ഏത് സമയത്ത് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിക്കാൻ മനസ്സിലാക്കുക. ദൈവവചനം എന്തനുവദിക്കുന്നുവോ അത് നാം ചെയ്യും, അല്ലേ? അതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഇതെല്ലാം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം ദൈവവചനം നമുക്ക് നൽകുന്നു. ഓക്കെ. ശാരീരിക മോഹങ്ങളെ വിട്ട് ഓടുക. അത് ഇതിൽ നിന്ന് എന്ത് നന്മയാണ് നമുക്ക് നൽകുന്നത്? ശാരീരിക മോഹങ്ങളെ വിട്ട് ഓടുന്നതിൽ നിന്ന് പാപത്തെ ഒഴിവാക്കാനായിട്ട് നമുക്ക് നമ്മുടെ അഭിലാഷങ്ങളെ സാധാരണ ഏതൊക്കെയാന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതിയോ? ശാരീരിക മോഹങ്ങളെ വിട്ട് ഓടുന്നതിൽ നിന്ന് എന്ത് നന്മയാണ് നമുക്ക് ലഭിക്കുന്നത്? തിമോത്തിയോസിനോട് പറയുന്നത് നമ്മൾ വായിച്ചിരുന്നല്ലോ. വായിച്ചില്ല, നമ്മൾ ചിന്തിച്ചിരുന്നു. യൗവന മോഹങ്ങളെ വിട്ടോടുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് നന്മയാ നമുക്ക് ലഭിക്കുന്നത്? തീർച്ചയായിട്ടും ദൈവഹിതത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തെ പ്ലീസ് ചെയ്യാനുള്ള, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ സെഷൻ ഞാൻ നിർത്തുകയാണ്. നമുക്ക് ഇന്ന് നമ്മുടെ പുതിയ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ നിർത്തിവെച്ചതുപോലെ തന്നെ പ്രലോഭന ഇടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതിൽ ഒരു വഴി നമ്മൾ കണ്ടു. നമ്മുടെ ഒരു റോഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടില് 3 വഴികൾ, അല്ലെ? അതിലൊന്ന് ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ഒന്ന് ജഡമോഹം, ഫിസിക്കൽ ഡിസൈഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ജീവനത്തിന്റെ പ്രഭാവം, അല്ലെങ്കിൽ അഭിമാന പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് പറയാം അഹംഭാവം എന്ന പ്രശ്നം. അഹംഭാവം, പൊങ്ങച്ചം, ആ ഒരു വഴി എങ്ങനെയാണ്, അതില് ഏതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം, ഏത് വഴിക്ക് നമുക്ക് തെരഞ്ഞെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ അഭിമാന പ്രശ്നം എന്ന് പറയുന്നത് അതൊരു വളരെ പ്രായം ചെന്ന ഒരു പാപമാണ്. അതില് യാതൊരു സംശയമില്ല. കാരണം യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യമാണല്ലോ നമുക്ക് ഇതിന് ആധാരമായിട്ടിരിക്കുന്നത്. അപ്പൊ അതില് പറയുന്നത് ഒരാളുടെ പൊങ്ങച്ചം അവൻ എന്തായിരിക്കുന്നു, അവൻ എന്ത് ചെയ്യുന്നു, അതാണ് പാപിയായ വ്യക്തിയുടെ ജീവനത്തിന്റെ പ്രതാപം എന്ന് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നമ്മളെ എന്തായിരിക്കുന്നു അതിനേക്കാളും ഉപരിയായിട്ട് നമ്മള് ആക്കാനായിട്ടുള്ള ആഗ്രഹം, മോഹം. ഞാനിപ്പോൾ എന്തായിരിക്കുന്നോ അതിന് ഉപരിയായിട്ട് എന്നെ തന്നെ എനിക്ക് മുകളിലേക്ക് ആക്കാനായിട്ടുള്ള ഒരു മോഹത്തെയാണ് നമുക്ക് ഈ പ്രോബ്ലം ഓഫ് പ്രൈഡ്, ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ചിന്തിക്കാം. അതിന് പ്രാരംഭമായിട്ട് നമുക്ക് ആ വേദഭാഗം തന്നെ വായിക്കാം. യേശു കർത്താവിന്റെ ടെംപ്റ്റേഷന്റെ ആ വേദഭാഗം മത്തായി 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും വായിക്കാമോ? മത്തായി 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യം.
പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ താഴോട്ട് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേ. താങ്ക് യു സിസ്റ്റർ. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, സാത്താനാണ് എപ്പോഴും പ്രലോഭനത്തിന്റെ ഒരു വക്താവ്, പ്രലോഭനത്തിന്റെ ഓദർ എന്ന് പറയുന്നത് സാത്താനാണ്, നമുക്കറിയാമല്ലോ. അപ്പം യേശു കർത്താവിന്റെ ജീവിതത്തിൽ യേശു കർത്താവിന് മനസ്സിലായതുപോലെ, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ജീവിതത്തിലെ പ്രലോഭനം നേരിട്ട് സാത്താന്റെ ഇൻവോൾവ്മെന്റ് ഉള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല. അവിടെ യേശു കർത്താവിനത് മനസ്സിലായി, യേശു കർത്താവ് പരീക്ഷിക്കപ്പെട്ടു സാത്താനാൽ എന്ന് നമ്മൾ വ്യക്തമായിട്ട് കാണുന്നു. അതുപോലെ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് സാത്താന്റെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുന്നില്ല. അവൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കണ്ടു, ക്ലാസ്സുകളിൽ കണ്ടു, ഇന്റർമീഡിയറീസിനെ യൂസ് ചെയ്യും എന്നുള്ളത് അല്ലെ. അപ്പോൾ കാരണം നമുക്ക് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയത്തില്ല, അവൻ ആത്മാവാണ്. അപ്പൊ പക്ഷെ എപ്പോൾ നമ്മളെ അവൻ അപ്രോച്ച് ചെയ്യും എന്നുള്ള ഒരു കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ അവെയർ ആയിട്ടിരിക്കണം. നമ്മളത് വളരെ ഒരു ജാഗ്രത രൂപരായിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ, ഈ ടെംപ്റ്റേഷന് എല്ലാത്തിനും ഒരു ഇത് എന്നുള്ളത് ബേസിക് എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു പ്രൈഡ് എന്നുള്ള സ്വന്തം അഭിമാനം, അല്ലെങ്കിൽ എന്നെ ഉയർത്തണം എന്നുള്ള അഭിമാന പ്രശ്നം, അല്ലെങ്കിൽ ആ പൊങ്ങച്ചത്തെ കൊണ്ടുവരുന്നത് അത് അകത്തുനിന്നുള്ള ഒരു ആഗ്രഹം മുളപ്പിക്കലാണ് ആദ്യമായിട്ട് സാത്താൻ ഇവിടെ ചെയ്യുന്നത്. അപ്പം എങ്ങനെ അപ്പം ഈ ആഗ്രഹം എന്തായിരിക്കാം? തീർച്ചയായിട്ടും ദൈവഹിതത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അഭക്ത മാർഗത്തിലുള്ളതായിരിക്കണം, അൺഗോഡ്ലി ആയിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കും നമ്മൾ ജനിപ്പിക്കുന്നത്. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ അഭിമാനം എന്നുള്ളത് വലിയൊരു പാപമാണ്. അത് യേശു കർത്താവ് എങ്ങനെ അതിനെ അങ്ങനെ എതിർത്ത് നിന്നോ അതുപോലെ നമ്മളും എതിർത്ത് നിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എപ്പോഴും സാത്താൻ നമ്മുടെ അഭിമാനത്തെ, അല്ലെങ്കിൽ നമ്മുടെ ആ ആത്മാഭിമാനത്തെ ടാർഗറ്റ് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. യേശു കർത്താവിന്റെ ഈ ടെംപ്റ്റേഷൻ നമ്മളിപ്പോ വായിച്ച ഭാഗത്തിൽ കൂടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് കാണാനായിട്ട് കഴിയും. രണ്ട് രീതിയിൽ നമുക്ക് അതിനെ നേരിടാനായിട്ട് കഴിയും. ഓക്കെ, ഒന്നാമതാണ് സ്വയമഹത്വീകരണം, സ്വയമഹത്വം എടുക്കുക. ഒന്നാമത്തെ വഴി സ്വയമഹത്വം എടുക്കുക. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് അത് താഴ്മ ധരിക്കുക എന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ സ്വയം മഹത്വം എടുക്കുന്നതിന്റെ ഡേഞ്ചർ, അപകട വശങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, സെൽഫ് ഗ്ലോറിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ യേശു കർത്താവ് ദൈവവചനം പ്രധാനമായിട്ട് നമുക്ക് ഉൽപ്പത്തി മുതൽ നോക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്താന്നുള്ളത് വ്യക്തമായിട്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവിക മഹത്വത്തിന് വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ ആരാധിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ അത് നമ്മൾ ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാം. പഴയ നിയമം തുടങ്ങി പുതിയ നിയമത്തിലെല്ലാം നമുക്ക് ഇത് വ്യക്തമായിട്ട് കാണാം. പിന്നെ നമുക്കറിയാം ഫിലിപ്പിയർ 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ മറ്റുള്ളവരെ ശ്രേഷ്ഠമായിട്ട് കാണുക. അപ്പോ മറ്റുള്ളവരെ നമ്മൾ ശ്രേഷ്ഠമായിട്ട് കാണുക എന്നുള്ളതൊക്കെയാണ് ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾ. അപ്പൊ ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ സ്വയം മഹത്വത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ 3 ഘടകങ്ങളാണ് അതിൽ വരുന്നത്. യേശു കർത്താവിന്റെ ടെംപ്റ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ 3 ഘടകങ്ങൾ സ്വയം മഹത്വീകരണത്തിൽ. അതിൽ ഒന്നാമത്തെയാണ് പൊതുദർശനം. ഇറ്റ് ഇൻക്ലൂഡ്സ് എ പബ്ലിക് ഡിസ്പ്ലേ. ഓക്കെ, അപ്പൊ പബ്ലിക് ഡിസ്പ്ലേ പെട്ടെന്ന് നമുക്കിത് പറഞ്ഞു പോവാം. യേശു കർത്താവിനെ എവിടെ കൊണ്ടു നിർത്തിയത്? വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി. വിശുദ്ധ നഗരം എന്ന് പറയുമ്പോൾ അതൊരു സിറ്റി അല്ലെ, അവിടെ ഒരു പോപ്പുലേറ്റഡ് ഏരിയ ആണ്, ജനവാസമുള്ള ജനകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഏരിയ. അവിടെ ആ വലിയൊരു ആരാധനാലയത്തിന്റെ മുകളിൽ, അതിന്റെ ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിന്റെ ഏറ്റവും ഉയർന്ന ഒരു അഗ്രം എന്ന് പറയുന്നത് ഏകദേശം 555 അടി ഉയരമുള്ള ഒരു ഉയർന്ന ഒരു ഏരിയ ആണ്. അവിടെയാണ് യേശു കർത്താവിനെ കൊണ്ടുപോയിട്ട് നിർത്തിയത്. ക്ഷണനേരത്തിൽ, ലൂക്കോസിൽ നമ്മൾ വായിക്കുന്ന ക്ഷണനേരത്തിൽ കാണിച്ചത്. നമുക്കറിയത്തില്ല യേശു കർത്താവിനെ ലോകത്തിന്റെ രാജ്യങ്ങൾ മൊത്തം ഡയറക്റ്റ് ആയിട്ട് കാണിച്ചോ അതോ യേശു കർത്താവിന്റെ മൈൻഡിൽ കൂടെ ഇതെല്ലാം കടത്തി വിട്ടോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷെ യേശു കർത്താവ് ഇതെല്ലാം കാണിച്ചതിന് ശേഷം യേശു കർത്താവിനോട് പറയുന്നത് എന്താണ്? ഇതിന്റെ മുകളിൽ നിന്ന് ചാടുക എന്നുള്ളതാണ്. അവിടെ ചാടിയാൽ എന്താ പ്രയോജനം വരുന്നത്? കാരണം നമ്മൾ നേരത്തെ ചിന്തിച്ചു അതൊരു സിറ്റിയാണ്. അപ്പൊ അവിടെ എന്താണ്, നിറച്ച് ആൾക്കാർ, ജനകേന്ദ്രീകൃതമായിട്ടുള്ളതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഒരു പൊതുദർശനത്തിന് കാരണമാകും. ഈ ഒരു കാര്യം പെട്ടെന്ന് തന്നെ കുറെ ആൾക്കാര് ഒറ്റ നിമിഷത്തിൽ ഇതെല്ലാം അറിയാനായിട്ട് ഇടയായി തീരും. അപ്പോ സെൽഫ് ഗ്ലോറിഫിക്കേഷനിൽ, സ്വയം മഹത്വത്തിൽ എന്തുണ്ട്? മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മളെ തന്നെ ഉയർത്തുന്നതായിട്ടുള്ള ഒരു ഘടകം അതിനകത്തുണ്ട്. അതാണ് ഈ പബ്ലിക് ഡിസ്പ്ലേ കൂടെ യേശു കർത്താവിന്റെ പരീക്ഷയിൽ കൂടെ സാത്താൻ ആഗ്രഹിച്ചു. അത് തന്നെയാണ്. അപ്പം
ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. നെക്സ്റ്റ് ഘടകം എന്ന് പറയുന്നത് സ്വാർത്ഥ താല്പര്യം, സെൽഫിഷ് മോട്ടിവേഷൻ ഉണ്ട് ഇതിനകത്ത്. സെൽഫിഷ് മോട്ടിവേഷൻ ഇത് സ്വയം യേശു കർത്താവ് സ്വന്തം ഒരു സ്വാർത്ഥ താല്പര്യത്തോടെ ഈ കാര്യം ചെയ്യണമെന്നാണ് സാത്താൻ ആഗ്രഹിച്ചത്. കാരണം ഇത് എന്താ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, നമ്മുടെ ഒരു അഭിമാന പ്രശ്നമായിട്ട് ഉണ്ടാക്കിയെടുക്കും. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചാണ് യേശു കർത്താവിനോട് എന്താ പറയുന്നത്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് ചാടുക. ഇവിടെ നീ ദൈവപുത്രനാണോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നില്ല സാത്താൻ. പക്ഷെ ഒരു സജഷൻ പറയാണ്, നീ ആണല്ലോ, ദൈവപുത്രനാണല്ലോ, അപ്പൊ നിനക്ക് ചാടിയാൽ എന്താ, ദൈവദൂതന്മാർ വന്ന് നിന്നെ സംരക്ഷിക്കുമല്ലോ എന്നുള്ള ഒരു അഭിപ്രായം എന്ത് ചെയ്യാണ് സാത്താൻ മുന്നോട്ട് വെക്കുകയാണ് യേശു കർത്താവിന് ഈ ടെംപ്ടേഷൻ കൊടുക്കുന്നതിൽ കൂടെ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ്, യേശു കർത്താവിന് സ്വയമായിട്ട് ഒരു താല്പര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എനിക്ക് ഇതിനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ എന്നെ ശുശ്രൂഷിക്കാൻ സ്വർഗദൂതന്മാരെ ദൈവം അയക്കുമെന്നുള്ള ആ ഒരു ഇതിൽ കൂടെ ആണ് സാത്താൻ ഇവിടെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വാർത്ഥ താല്പര്യത്തിൽ, സെൽഫിഷ് മോട്ടിവേഷനിലെ യേശു കർത്താവിന്റെ മഹത്വീകരണം ഈ സമയത്ത്, യേശു കർത്താവിന് ടെംപ്ടേഷൻ നടക്കുന്ന സമയത്ത് അത് ദൈവിക ലക്ഷ്യമായിരുന്നില്ല. കാരണം യേശു കർത്താവിന്റെ മനുഷ്യാവതാരവും അതുപോലെ തന്നെ തുടർന്നുള്ള ക്രൂശീകരണത്തിനും മുന്നോടിയായിട്ട് യേശു കർത്താവിന്റെ താഴ്മ അവിടെ പ്രദർശിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നു. യേശു കർത്താവിന്റെ ജീവിതത്തിൽ കൂടെ ഉടനീളം താഴ്മ പ്രദർശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫിലിപ്പിയർ 2-11 വരെയുള്ള വാക്യത്തിൽ ഈ കാര്യം നമുക്ക് കറക്റ്റായിട്ട് അറിയാം. മാത്രമല്ല, ആദ്യം ക്ലേശം സഹിക്കുക, കഷ്ടം അനുഭവിക്കുക, അതിനുശേഷം മാത്രമാണ് മഹത്വീകരണം എന്നുള്ളത് നമുക്ക് കാണാം. മാത്രമല്ല, നമ്മൾ അതിന്റെ ലാസ്റ്റ് നമ്മൾ വായിക്കുന്നു 11ാമത്തെ വാക്യത്തിൽ നമ്മൾ എത്തുമ്പോഴത്തേക്കും നമുക്കറിയാം യേശു കർത്താവിനെ മേലോളം ഉയർത്തി, വാനോളം ഉയർത്തി എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആദ്യം ക്ലേശം സഹിക്കുക, അതിനുശേഷമാണ് ഗ്ലോറിഫിക്കേഷൻ. ദൈവഹിതപ്രകാരം യേശു കർത്താവിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിച്ചത്. ഓക്കെ, മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്, സ്വയം മഹത്വീകരണത്തിന്റെ ഘടകം എന്ന് പറയുന്നത് മേക്കിംഗ് ആൻ ഇംപ്രഷൻ, മതിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ മതിപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്വയമായിട്ടുള്ള ഒരു പ്രാധാന്യത, നമ്മുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവ് ഒക്കെ എന്താണ്, അതൊക്കെ മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മളെ കുറിച്ചുള്ള ഒരു മതിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ഇവിടെ സാത്താൻ യേശു കർത്താവിന്റെ ജീവിതത്തിലൂടെ ശ്രമിച്ചത്. കാരണം ഇവിടെ യേശു കർത്താവ് ആ അഗ്രത്തിന്മേൽ നിന്ന് ചാടുമ്പോൾ പബ്ലിക് ഡിസ്പ്ലേ ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടു അല്ലെ. അപ്പോൾ തന്നെ എന്താണ്, കർത്താവ് എന്തായിട്ടാ വന്നിരിക്കുന്നത് ആ സമയത്ത്, മാനവ ജാതിയുടെ ഒരു മസീഹ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മസീഹ ആയിട്ട്, തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നവനായിട്ട് അല്ലെ. അപ്പം മൊത്തത്തിൽ പെട്ടെന്ന് ഒരു ഇംപ്രഷൻ ഉണ്ടാവുകയാണ്, ഈ യേശു കർത്താവിന് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയും, ഈ യേശു കർത്താവ് തന്നെയാണ് ഞങ്ങളുടെ മസീഹ എന്ന് പറഞ്ഞ് മൊത്തത്തിൽ ഒരു പബ്ലിക്കിന് ഒരു എന്ത് കിട്ടും, പബ്ലിക്കിൽ നിന്നൊരു ഇംപ്രഷൻ യേശു കർത്താവിന് ഒറ്റയടിക്ക് ഉണ്ടാക്കി എടുക്കാമായിരുന്നു. ഇതും വലിയൊരു ദൈവഹിത പ്രകാരം അല്ലായിരുന്നു എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം പലപ്പോഴും മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള ഒരു മതിപ്പ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള ഒരു അഭിലാഷം, ഒരു മോഹം ഈ സെൽഫ് ഗ്ലോറിഫിക്കേഷനിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് സാത്താൻ എന്ത് ചെയ്യുന്നു, സാത്താൻ അതൊരു കരുവാക്കിക്കൊണ്ട് അതിനെ മറച്ചു വെച്ചുകൊണ്ട് നമ്മളെ പ്രലോഭനത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എപ്പോഴും സ്വയാഭിമാനം അല്ലെങ്കിൽ പൊങ്ങച്ചം എന്നുള്ളത് മറ്റുള്ളവരിൽ നിന്ന് മതിപ്പുണ്ടാക്കുക, മാത്രമല്ല മറ്റുള്ളവരെ സേവിക്കുക എന്നതിനേക്കാൾ ഉപരി അവരുടെ മുകളിൽ കർത്തൃത്വം നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ പ്രൈഡിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പ്രൈഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വയ അഭിമാനം അല്ലെങ്കിൽ പൊങ്ങച്ചം എന്ന് പറയുന്നത് വളരെ മത്സരാത്മകമായിട്ടുള്ള ഒന്നതാണ്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസികളായ ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ നിന്നും നമ്മൾ വീഴുന്നവരായിരിക്കണം, നമ്മളെ തന്നെ താഴ്ത്തി ജീവിക്കുന്നവരായിരിക്കാം അല്ലെ. പക്ഷേ നമ്മുടെ പ്രാധാന്യം, നമ്മുടെ ചില നേട്ടങ്ങൾ, നമ്മുടെ അധികാരം ഒക്കെ ഒരുപക്ഷെ മറ്റുള്ളവരെ മുമ്പിൽ നമ്മുടെ ആ മതിപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ആഗ്രഹം നമ്മൾ പലപ്പോഴും നമ്മൾ മൂടി വെക്കുന്നവരായിട്ട് കാണാം. നമ്മൾ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ നമ്മൾ ബിലീവേഴ്സ് ആയിട്ടുള്ളവര്. ഞാൻ പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രാധാന്യത, നമ്മുടെ എന്തെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു കഴിവ് മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ ആഗ്രഹം ഉണ്ട് മറ്റുള്ളവരുടെ മുമ്പാകെ നമുക്ക് ആ ഇംപ്രഷൻ ലഭിക്കണമെന്ന്. പക്ഷെ നമ്മൾ അതിനെ എന്താ ചെയ്യാണ്, മൂടി വെക്കുക ചെയ്യുന്നത്. കാരണം എന്താ, നമ്മുടെ നേച്ചർ എന്താ, നമ്മുടെ ഫോളൻ നേച്ചർ, നമ്മൾ പാപത്തിൽ
വീണുപോയ ഒരു അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിനുള്ളത്, അല്ലെ? നമ്മുടെ പഴയ സ്വഭാവം അങ്ങനെയാണ്. അപ്പോ പലപ്പോഴും എന്താണ്, ഈ ആത്മാഭിമാനത്തെ ഏതെങ്കിലും രീതിയിൽ വെല്ലുവിളിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് ഒഫൻഡ് ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനെ അതിൽ നമ്മൾ വീഴ്ന്നു പോകാനുള്ള ഒരു സാധ്യത. കാരണം നമ്മുടെ പഴയ സ്വഭാവം അതായതുകൊണ്ട് തന്നെ നമ്മളെ ആരെങ്കിലും വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉടനടി നമ്മൾ എന്ത് ചെയ്യാം? ഒരു പക്ഷെ നമ്മൾ അതെല്ലാം വിട്ട് നമ്മുടെ കത്ത് സേവയൊക്കെ വിട്ട് എന്ത് ചെയ്യാം? നമ്മള് പാപത്തിലേക്ക് വീഴാനായിട്ടുള്ള ഒരു പ്രലോഭനം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ ഈ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുക, അവഗണിക്കുക, അപ്പോഴൊക്കെ എന്താണ്, നമ്മുടെ ആ പ്രൈഡിനെയാണ് അത് മുറിവേൽപ്പിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മളെ തന്നെ ഉയർത്താനായിട്ടുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം തീർച്ചയായിട്ടും വരാനായിട്ട് സാത്താൻ ഈ അവസരങ്ങളെല്ലാം ഉപയോഗിക്കുമെന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടത് സ്വയം മഹത്വീകരണം, ഒരു ഓൾട്ടർനേറ്റീവ് അതാണ്. രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് എന്താണ് നമ്മൾ പറഞ്ഞത്? ഹ്യൂമിലിറ്റി, താഴ്മയോടെ ഇരിക്കുക, നെസസറി ഹ്യൂമിലിറ്റി. അതായിരിക്കണം നമ്മുടെ ശരിയായിട്ടുള്ള ദൈവവചന പ്രകാരമായിട്ടുള്ള നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ താഴ്മ ലക്ഷ്യമിടുന്നത് ആരെയാ? ദൈവത്തെ. അതായത് ഞാൻ താണിരിക്കുമ്പോഴാണ് ദൈവം ഉയർത്തപ്പെടുന്നത്, ദൈവം മഹത്വപ്പെടുന്നത്, നമ്മുടെ സ്വയത്തെ അല്ല. ഈ കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇത് രണ്ട് രീതിയിൽ കൂടെ നമുക്ക് ഇതിനെ നിവർത്തീകരിക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതാണ് സബ്മിഷൻ ടു ഗോഡ്സ് വിൽ, ദൈവഹിതത്തിന് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവിക മഹത്വമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ദൈവഹിതത്തിന് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുക എന്ന് പറയുമ്പോഴും പലപ്പോഴും നമ്മള് സ്വയമായിട്ട് എന്ത് ചെയ്യും? പല കാര്യങ്ങളും നമ്മൾ സ്വയമായിട്ട് അങ്ങോട്ട് തീരുമാനിക്കും, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യും? ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലായിരിക്കും നമ്മൾ നമ്മുടെ ജീവിതം തള്ളി നിൽക്കുന്നത്. പക്ഷെ താഴ്മ എന്ന് പറയുന്നത്, താഴ്മ എന്താ ഇതിൽ കൂടെ അർത്ഥമാക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവിക അധികാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവഹിതം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതാണ് താഴ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ താഴ്മ എന്ന് ഉദ്ദേശിക്കുന്നത്? ദൈവിക അധികാരത്തെ നമ്മുടെ ഓരോ ജീവിതത്തിലും തിരിച്ചറിഞ്ഞ് അത് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനായിട്ട് കാത്തിരിക്കുക. അതാണ് താഴ്മ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളെ താഴ്ത്തി ദൈവഹിതത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു, ദൈവ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഓക്കെ, ഇവിടെ യേശു കർത്താവ് ഒരു പക്ഷേ അവിടെ യേശു കർത്താവ് തന്നെത്താൻ ആ മന്ദിരത്തിന്റെ അകരത്തിന്മേൽ നിന്ന് ചാടുകയായിരുന്നെങ്കിൽ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഒരു പക്ഷേ ദൈവദൂതന്മാർ വന്ന് ഒരു അപകടവും കൂടാതെ അവിടെ വിടുവിച്ചേനെ. പക്ഷെ എന്താണ്, അങ്ങനെ ഒരു ചോയ്സ് യേശു കർത്താവ് തെരഞ്ഞെടുക്കുന്നതിന് മുഖാന്തരം എന്താ ഉണ്ടാകുന്നത്? ദൈവഹിതത്തിന് എതിരെ ആണ് അത് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. കാരണം അത് യേശു കർത്താവിനെ ഉയർത്താനുള്ള ഒരു സമയമല്ലായിരുന്നു ഈ സമയം, അല്ലെ? അപ്പോൾ ദൈവഹിതത്തിന് താഴ്ന്നിരിക്കുക, ദൈവഹിതത്തിന് തന്നെത്താൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഒന്നാമത്തെ ഒരു റെസ്പോണ്ട് ആയിട്ടിരിക്കേണ്ടത്. ഓക്കെ, അപ്പോ യേശു കർത്താവ് അങ്ങനെ ആ ഒരു ടെംപ്റ്റേഷന് വിധേയപ്പെടുകയായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതന്നെ? വീണുപോയ നമ്മളെ വീണ്ടെടുക്കുന്നതിന് പകരം നമ്മുടെ മേളിൽ കർത്തൃത്വം നടത്തുന്ന ഒരവസ്ഥ ആ സമയത്ത് ഉണ്ടാകേണ്ടിയിരുന്നു, അല്ലെ? ദൈവഹിതത്തിൽ നിന്ന് മാറി ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് യേശു കർത്താവ് അങ്ങനെ ചെയ്തു പോയേനെ, അല്ലെ? പക്ഷെ യേശു കർത്താവ് വളരെ വിദഗ്ധമായിട്ട് സാത്താന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി അതിനോട് എതിർത്ത് നിന്നുകൊണ്ട് നമുക്ക് വളരെ ഒരു എക്സാമ്പിൾ ആയിട്ട് യേശു കർത്താവിന്റെ ജീവിതത്തെ ആ പ്രലോഭന സമയത്ത് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശു കർത്താവ് തീർച്ചയായിട്ടും ദൈവവചനം യൂസ് ചെയ്തു ഈ കാര്യവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. രണ്ടാമത്തെ നമ്മുടെ റെസ്പോണ്ട് എന്ന് പറയുന്നത് കൺസേൺ വിത്ത് ഗോഡ്സ് ഗ്ലോറി. എപ്പോഴും നമ്മുടെ ചിന്താഭാരം എന്തായിരിക്കണം? എന്റെ ജീവിതത്തിൽ കൂടെ അല്ലെങ്കിൽ എന്റെ ഏതൊരു മോട്ടീവിൽ കൂടെയും ഞാൻ എന്ത് ചെയ്തിരിക്കണം? ദൈവ മഹത്വത്തെ ഞാൻ ലക്ഷ്യമിടണം. ആ ഒരു ചിന്ത എപ്പോഴും നമ്മളെ ഭരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ നമ്മുടെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം ദൈവത്തിന് എന്താണ്? ദൈവിക മഹത്വം മാത്രമാണ്. നമ്മളെ ഉയർത്തുക അല്ലെങ്കിൽ നമ്മളെ ഒന്നുകൂടെ ഉയർത്തി നമ്മളെ സ്വയം ആദരിക്കുക, മഹത്വം കൊടുക്കുക, ഇതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്വയാഭിമാനം അല്ലെങ്കിൽ സ്വയം മഹത്വീകരണം എന്നുള്ളത് എന്താണ്? അത് ദൈവഹിതത്തിനെതിരെയാണ്, പാപകരവും കൂടിയാണ്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളെ താഴ്ത്തുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ
ഉയർത്താനായിട്ട് കഴിയുള്ളൂ. ഈ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് സാത്താൻ പലപ്പോഴും ഈ ഒരു ഭാഗം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ആ രീതിയിൽ വ്രണപ്പെടുത്തി നമ്മുടെ അഭിമാനത്തെ ഉയർത്തുന്ന രീതിയിൽ, സ്വയം നമ്മൾ ഉയർത്തുന്ന രീതിയിലേക്ക് പലപ്പോഴും സാത്താൻ നമ്മളെ കൊണ്ടുപോകാനുള്ള ഈ മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ സസൂക്ഷ്മമായിട്ടുള്ള ഈ ടെംപ്റ്റേഷൻ നമ്മൾ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഓരോ സമയത്തും നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് തീർച്ചയായിട്ടും തന്റെ പിതാവായ ദൈവത്തിന് പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് ആ മനുഷ്യാവതാരത്തിൽ കൂടെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടാണ് മനുഷ്യാവതാരം ഏറ്റെടുത്തതെന്ന് നമുക്ക് ഫിലിപ്പിയർ 2:6 മുതൽ 8 വരെയുള്ള വാക്യം. എത്രത്തോളം താഴ്ത്തി ദാസരൂപം എടുത്തു എന്നൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. എത്രമാത്രം ആ സമയത്ത് എത്രമാത്രം തന്നെത്താൻ താഴ്ത്തി ദൈവഹിതത്തിന് തന്നെത്താൻ വിധേയനാക്കി എന്നുള്ള കാര്യം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോ യേശു കർത്താവിന്റെ കൺസേൺ എന്തായിരുന്നു? ദൈവഹിതം നിറവേറ്റുക എന്നുള്ളതായിരുന്നു യേശു കർത്താവിന്റെ നമ്പർ 1 കൺസേൺ. മാത്രമല്ല ആത്യന്തികമായിട്ട് എന്ത് ചെയ്തു? പിന്നീട് ദൈവം അവനെ ഉയർത്തുവാനായിട്ടും തന്റെ പുത്രനെ ഉയർത്തുവാനായിട്ടും ഇത് കാരണമായി തീർന്നു. അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, താഴ്മ നമ്മുടെ അഭ്യസനമാണെങ്കിൽ ആത്മാഭിമാനത്താൽ അല്ലെങ്കിൽ അഹംഭാവത്താൽ നമ്മൾ വീഴുകയില്ല. താഴ്മ ഡെയിലി നമ്മുടെ എന്തായിരിക്കണം? നമ്മുടെ അഭ്യസനം, എക്സസൈസ് ആയിട്ട് തീരണം. പ്രൈഡ് വിൽ നോട്ട് ബി അവർ ഡൗൺഫോൾ ഇഫ് ഹ്യൂമിലിറ്റി ഈസ് അവർ പ്രാക്ടീസ്. അപ്പൊ ഹ്യൂമിലിറ്റി ഡെയിലി ഉള്ള ദൈനംദിന ജീവിതത്തിലുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് മാറാനായിട്ട് ദൈവം എന്നെ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ഒരു അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും കരുതലോടെ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഫിലിപ്പിയർ 2:3 നമ്മൾ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുക, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുക എന്നതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ ഹൈ റാങ്കിൽ നമ്മൾ ചിന്തിക്കുക, എന്നേക്കാൾ ഉയർന്ന ഒരു റാങ്കിലായിരിക്കും എന്നുള്ള ആ മനോഭാവത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ തന്നെ താഴ്ത്തുക, മറ്റുള്ളവരെ ഉയർത്തി ദൈവ ഹിതത്തിനനുസരിച്ച് നമ്മളെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മുന്നോട്ട് നമുക്ക് ചിന്തിക്കാം മൂന്നാമത്തെ വഴി. നമ്മളിപ്പോ രണ്ടാമത്തെ വഴിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ റോഡിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ആദ്യത്തെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ ആഴ്ച ജഡമോഹം, ഇപ്പൊ നമ്മൾ ജീവനത്തിന്റെ പ്രധാനം അഭിമാനം എന്ന ആ പ്രശ്നത്തെ കുറിച്ച് ചിന്തിച്ചു. മൂന്നാമത്തെ നമുക്ക് ചിന്തിക്കാം ഡേഞ്ചർ ഓഫ് മെറ്റീരിയലിസം. ഇതിനെ കുറിച്ചാണ് നമ്മൾ മൂന്നാമത്തെ വഴിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ എന്താ ഒരു മനുഷ്യന്റെ സംതൃപ്തി, എപ്പോഴാണ് ഒരു മനുഷ്യൻ സംതൃപ്തനാകപ്പെടുന്നതെന്ന് ചോദിച്ചത് ഇപ്പോൾ ഒരു മില്യനയറിനോടാണ് ചോദിച്ചത്. അപ്പൊ ആ വ്യക്തി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഒരാൾക്ക് ഉള്ളതിനേക്കാളും ഒരു അല്പം കൂടി ഉണ്ടെങ്കിൽ അവൻ സംതൃപ്തനാകും. ഒരാൾക്ക് എത്രമാത്രം ഉണ്ടോ, ഈവൻ ലോക ധനികനായ ഒരു വ്യക്തിയോട് ചോദിച്ചാലും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആഗ്രഹം എന്താണ്? എനിക്കൊരു ഇച്ചിരിയും കൂടെ ഉണ്ടെങ്കിൽ എന്താണ്, ഞാൻ സംതൃപ്തനാകും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? സംതൃപ്തി എന്നത് എന്താ കണ്ടുപിടിക്കാൻ വളരെ, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാക്ടീസ് ആക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ സാത്താൻ എന്ത് ചെയ്യും? ഈ ഒരു വഴി ഇവിടെ ഒരു ടെംപ്റ്റേഷൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം സുഖഭോഗങ്ങളും അതുപോലെ അതിന്റെ അഹംഭാവവും പ്രദർശിക്കുക മാത്രമല്ല ലോകം ചെയ്യുന്നത്. സാത്താൻ അതിൽ കൂടെ എന്താ ചെയ്യുന്നത്? നമുക്ക് സാധന സാമഗ്രികളുടെ കൈവശപ്പെടുത്തുന്നതിൽ കൂടെ നമ്മുടെ അതിൽ കൂടെ ദൈവഹിതത്തിന് അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുക എന്നതാണ് സാത്താൻ ഇവിടെ ലക്ഷ്യമിടുന്നത്. ഈ ഒരു പ്രലോഭന ഇടത്തിൽ കൂടെ സാത്താൻ ലക്ഷ്യമിടുന്നത് ആ ഒരു കാര്യമാണ്. കാരണം ഹവ്വയുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു, ഹവ്വയ്ക്ക് ടെംപ്റ്റേഷൻ വന്നപ്പോൾ അവൾക്ക് കഴിക്കാൻ നല്ലത്, അവളുടെ വിശപ്പ് മാറ്റുമെന്ന് അവൾ ചിന്തിച്ചു. മാത്രമല്ല കാണാൻ ഭംഗിയുള്ളത് എന്നുള്ള ഒരു വാക്ക് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അത്? കണ്ണിൽ കൂടെ ആ ഒരു ആഗ്രഹം വന്നു. അത് അവൾക്കത് നേടിയെടുക്കണം, അത് കൈവശപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഇറ്റ്സ് വർത്ത് പൊസസിങ് അല്ലെ? നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾ ആവശ്യമില്ല, പക്ഷെ എന്താണ്, എന്റെ കയ്യിൽ അതുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതുണ്ട് എന്ന് പറയാനായിട്ടുള്ള ഒരു ആഗ്രഹം, ഒരു വ്യഗ്രത നമ്മുടെ അകത്ത് പലപ്പോഴും ഉടലെടുക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പോ അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെ ഒരു വാണിംഗ് തരികയാണ്, മുന്നറിയിപ്പ് തരികയാണ്. അതും എന്താണ്? അതും ദൈവഹിതത്തിന് അപ്പുറത്താണ്, അതും പാപമാണ്, അതും എന്താണ്? അതും ദൈവം ആഗ്രഹിക്കാത്ത ഒന്നാണ് എന്നാണ് നമ്മളെ ഇവിടെ പറയിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരു വാക്യം വായിക്കാം. ഒന്നല്ല, നമ്മൾ മത്തായി 4-ാം അധ്യായത്തിന്റെ നമ്മൾ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചല്ലോ. അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യം കൂടെ വായിക്കാമോ? യേശു കർത്താവിന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. യേശു കർത്താവ് എങ്ങനെ ഇതിനെ തരണം ചെയ്തു എന്നുള്ളത്.
പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നു പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തുവന്ന് അവനെ ശുശ്രൂഷിച്ചു. താങ്ക് യു ആന്റി. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് പേഴ്സണൽ, നമ്മുടെ പേഴ്സണൽ സ്റ്റാറ്റസ് ഏത് ചെലവിലും അത് ആഗ്രഹിക്കുക, അത് നേടിയെടുക്കുക. അതാണ് ഈ മെറ്റീരിയലിസത്തിന്റെ ഒരു ഡേഞ്ചർ എന്ന് പറയുന്നത്. അതായത് കൺമോഹത്തിന്റെ ഒരു അപകടം എന്നിരിക്കുന്നത് എന്റെ പേഴ്സണൽ സ്റ്റാറ്റസ് ഏത് രീതിയിലും അതിനെ നല്ല ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക, ഏത് ചെലവിലും. അപ്പൊ ഇവിടെയും ഇത് തന്നെയാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. ദൈവഹിതത്തിനെ ഡിസോബേ ചെയ്തുകൊണ്ട്, അതിനെ അനുസരിക്കാതെ നമ്മുടെ ഇഷ്ടത്തില് നമ്മൾ സാധനങ്ങൾ കൈവശമാക്കുക എന്നുള്ളതാണ് ഇവിടെ സാത്താൻ നമ്മളെ കൊണ്ട് പ്രേരിപ്പിച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ കണ്ടതാണ് നമ്മുടെ ശാരീരിക അഭിലാഷം, ജഡാഭിലാഷം. പിന്നെ നമ്മൾ കണ്ടു നമ്മുടെ അഭിമാനകരമായുള്ള നമ്മുടെ ചിന്തകള്, നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുവരിക. ഇനിയിപ്പോ നമ്മൾ ചിന്തിക്കാൻ പോകുന്നതാണ് നമ്മുടെ കൺമോഹത്തിൽ കൂടെ നമ്മള് സാധന സാമഗ്രികൾ നമ്മള് കൈവശപ്പെടുത്തി ദൈവഹിതമല്ലാത്ത ചില വസ്തുവകൾ നമ്മൾ സ്വന്തമാക്കുക. ദൈവം ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അതും ദൈവഹിതത്തിന് പുറത്തുനിന്ന് നമ്മുടെ മാത്രം ഹിതത്തിൽ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സാത്താൻ ആഗ്രഹിക്കുന്നത്. അതിനും രണ്ട് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് പരിഗണിക്കാനായിട്ട് കഴിയും. യേശു കർത്താവിന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്, നമ്മൾ വളരെ ചെലവേറിയ ചില കാര്യങ്ങളെ നമ്മൾ സ്വന്തമാക്കുക, ചെലവേറിയ അക്വിസിഷൻ. ഇവിടെ ചെലവേറിയ സ്വന്തമാക്കലുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, യേശു കർത്താവിനെ അനുസരിക്കുന്ന ചെലവിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അത് മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് അങ്ങനെയുള്ള സാധന സാമഗ്രികൾ നമ്മൾ സ്വന്തമാക്കുക, കൈവശപ്പെടുത്തുക എന്നുള്ള ഒരു ലെവലിലേക്ക് സാധാരണ നമ്മളെ ടെംപ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധന സാമഗ്രികൾ അല്ലെങ്കിൽ മെറ്റീരിയൽ പൊസഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് അത് ഒരു തെറ്റായ കാര്യമല്ല. അത് നമുക്ക്, പക്ഷെ എന്താണ്, സാധാരണ അതിനൊന്ന് അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോയി നമ്മുടെ ജീവിതത്തിൽ എന്ത് ദൈവം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് കൊണ്ടുപോയി അത് നമ്മുടെ ആവശ്യമാക്കി മാറ്റി നമ്മൾ അത് കൈവശപ്പെടുത്തുന്നതിലാണ് സാത്താൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. എനിക്ക് എന്ത് ആവശ്യം എന്ന് ദൈവം തീരുമാനിക്കുന്നതിനും അപ്പുറത്തേക്ക് പോകുവാനായിട്ട് സാത്താൻ നമ്മെ വശീകരിക്കുകയാണ് ഈ കൺമോഹത്തിൽ കൂടെ സാത്താൻ ചെയ്യുന്നതായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ പലപ്പോഴും എന്ത് ചെയ്യും, പലപ്പോഴും നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമായുള്ള ചില ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് സാത്താൻ ഇത് കൊണ്ടുവരും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആ നെട്ടോട്ടം ഓടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മള് ദൈവ വേലയ്ക്കും അല്ലെങ്കിൽ ദൈവഹിത പ്രകാരം ചെലവഴിക്കേണ്ടതായ ചില നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെ അല്ലെങ്കിൽ സമ്പത്തിനെ എന്ത് ചെയ്യാണ്, ആ ഒരു മെറ്റീരിയൽ നീഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി പിന്നെ അതിനെ നമ്മൾ വീട്ടുവാൻ അല്ലെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നത്, ഇല്ലെ? പലപ്പോഴും നമുക്ക് പലരുടെയും ജീവിതത്തിൽ കാണാം, അവര് പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നു, മാത്രമല്ല അതിനെ നേടിയെടുക്കാനായിട്ട് പല സ്ട്രഗിൾസിൽ കൂടി അവർ കടന്നു പോവുകയാണ്. പലപ്പോഴും ഒരു ദൈവഹിതമാണോ ഇത് എന്റെ ജീവിതത്തിൽ, ഈ ഒരു വസ്തുവൊക്കെ ഞാൻ വാങ്ങിക്കണോ, അല്ലെങ്കിൽ ഈ ഒരു സാധനം എന്റെ വീട്ടിൽ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ദൈവഹിത പ്രകാരമാണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, അല്ലെ? ഇത് ദൈവത്തിനെ ഇത് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവഹിതത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മളെ വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്നതായുള്ള ചില കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഈ മൈന്യൂട്ടായുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദൈവഹിതത്തിനകത്ത് നിന്നുകൊണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്, സാത്താനെ എതിർത്ത് നിന്നുകൊണ്ട് നമുക്ക് ഇതിലൊരു വിക്ടറി, ഒരു വിജയം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ Satan tempts us to acquire things at the expense of obeying God. ദൈവത്തെ അനുസരിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോയി എന്ത് ചെയ്യാണ്, സാധനങ്ങള് സ്വന്തമാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇതിൽ കൂടെ നടത്തുന്നത്. അപ്പൊ നമ്മളിവിടെ യേശു കർത്താവിന്റെ ജീവിതത്തിൽ കൂടെ നമ്മൾക്ക് ഇപ്പൊ നമ്മൾ വായിച്ച ആ പോർഷനിൽ കൂടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്താണ് നമുക്ക് ആവശ്യം, രണ്ടാമത് അതിന് എന്ത് ചെലവുണ്ട്. ഈ രണ്ട് കാര്യത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം.
നമുക്ക് നമ്മള് ചിന്തിച്ചല്ലോ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ പറയുന്നത് യേശു കർത്താവിനെ ക്ഷണനേരത്തിൽ ഇതെല്ലാം കാണിച്ചു എന്ന് നമ്മൾ കാണാനായിട്ട് കഴിയും അല്ലെ. മൊത്തം ഇതെല്ലാം സകല രാജ്യങ്ങളെയും അവിടെ മഹത്വത്തെയും കാണിച്ചു എന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ലൂക്കോസ് പറയുന്നത് ക്ഷണനേരത്തിൽ വളരെ സ്പീഡിൽ ഇത് കാണിച്ചു. അപ്പം ഇത് കാണിച്ചിട്ടാണ്, യേശു കർത്താവിനെ ഇത് കാണിച്ചിട്ടാണ് ആ ആഗ്രഹം. അപ്പൊ കാണുന്നതിൽ കൂടിയാണ് ആഗ്രഹം വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്താണ് നമ്മൾ കാണുന്നത്, അതിൽ കൂടിയാണ് നമ്മൾ വശീകരിക്കപ്പെടുന്നത്. ഹവയുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് അല്ലെ. വിലക്കപ്പെട്ട ആ ഫലം അവൾ കണ്ടു, അവളുടെ കണ്ണിന് വളരെയധികം ഭംഗിയുള്ളതായിട്ട് തീർന്നു. അവളത് അത് നേടിയെടുക്കാനായിട്ടുള്ള അവളുടെ ആഗ്രഹം അത് ഉള്ളിൽ മുള പൊട്ടിയെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾക്ക് എന്താണ് ആവശ്യം എന്ന് നമ്മൾ ചിന്തിക്കണം. അത് ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ ചിന്തിക്കാം വാട്ട് ഇറ്റ് കോസ്റ്റ്, അതിന് എന്ത് ചെലവ് വരുന്നു എന്നുള്ളത്. ആദമിനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ആദമിനാണ് സകല സൃഷ്ടിയുടെ മേളിൽ അധികാരം കൊടുത്തത് ആദമിനാണ് അല്ലെ. ആദം എല്ലാത്തിനും പേരിട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. എല്ലാ സൃഷ്ടികളുടെയും മുകളിലായിട്ടാണ് ആദമിനെ ദൈവം വെച്ചിരുന്നത്. പക്ഷേ ആദം സാത്താന്റെ ആ ഒരു പ്രലോഭനത്തിൽ വീണത് മുഖാന്തരം എന്ത് ചെയ്ത്, സാത്താന് തന്റെ അധികാരം അടിയറവ് ചെയ്തു കൊടുത്തു. അതിന് കീഴ്പ്പെട്ട് കൊടുത്തു. അത് മുഖാന്തരം എന്തായി തീർന്നു, സാത്താൻ ഈ ലോകത്തിന്റെ അധികാരിയായിട്ട് അല്ലെങ്കിൽ സർദാറായിട്ട് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ദൈവമായിട്ട് മാറാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയാണ് സാത്താന് ഈ ലോകത്തിന്റെ അവകാശിയായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ വലിയൊരു മെയിൻ റൂളറായിട്ട് മാറാനായിട്ട് ഇടയായി തീർന്നത് ആദാമിന്റെ ആ ഒരു പാപം മുഖാന്തരം. അതുകൊണ്ടാണ് സാത്താൻ പറയുന്നത് യേശു കർത്താവിനോട് ഇതെല്ലാം എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ് സാത്താൻ ഇത് യേശു കർത്താവിനോട് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് സാത്താന്റേതല്ല, ദൈവം സൃഷ്ടിച്ചതാണ്. പക്ഷെ കുറച്ചു കാലത്തേക്ക് താൽക്കാലികമായിട്ട് ഇത് സാത്താന്റെ കൈകളിൽ ദൈവം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോ ഇവിടെ യേശു കർത്താവിനെ ഈ ടെംപ്റ്റ് ചെയ്തപ്പോൾ, പ്രലോഭിച്ചപ്പോൾ നമുക്ക് അതിലൊരു വളരെ സസൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവിക പദ്ധതി അല്ലായിരുന്നു, അല്ലെങ്കിൽ യേശു കർത്താവ് ഈ ഒരു സമയത്ത് യേശു കർത്താവ് സകല രാജ്യങ്ങളെ ഭരിക്കുക എന്നുള്ളത് ദൈവിക പദ്ധതി അല്ലായിരുന്നു. അത് നമുക്ക് വ്യക്തമായിട്ട് നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ദൈവിക പദ്ധതി അല്ലാത്തത് അല്ലെങ്കിൽ ദൈവിക നിയമങ്ങൾക്കെതിരായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ളതെല്ലാം എന്താണ്, അതെല്ലാം ദൈവഹിതത്തിനെതിരായിട്ടുള്ളതാണ്. അതപ്പോ പാപം എന്നുള്ള ആ ഒരു ശ്രേണിയിലേക്കാണ് നമ്മളെ ദൈവഹിതത്തിനെതിരായിട്ടുള്ള കാര്യം നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം ഇവിടെ യേശു കർത്താവ് സാത്താന്റെ ഓഫർ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരുന്നു, ദൈവഹിതത്തിനെതിരെ അതുപോലെ ആ ദൈവിക സമയത്തിനെതിരെ ദൈവം ആഗ്രഹിക്കാത്ത വഴിയിൽ കൂടെയാണ് താൻ അത് നേടിയെടുക്കുമായിരുന്നത് അല്ലെ. പക്ഷെ തീർച്ചയായിട്ടും യേശു കർത്താവ് ഈ ഒരു പ്രലോഭനത്തിലും താൻ വളരെയധികം റെസിസ്റ്റ് ചെയ്തു നിന്ന്, സാത്താനോട് എതിർത്ത് നിന്ന് ഇതിനെ തരണം ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ എന്താണോ നമ്മൾ ആഗ്രഹിച്ച് ദൈവഹിതം അല്ലാത്ത രീതിയിൽ ദൈവഹിതത്തിനെ ലംഘിക്കുന്നതായിട്ടുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നതെല്ലാം എന്താണ്, പാപപങ്കിലമാണ്, പാപമയമാണ്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് മെറ്റീരിയലിസത്തിന്റെ, ഭൗതികവാദത്തിന്റെ തിന്മ എന്ന് പറയുന്നത്. എന്താ ഭൗതികവാദത്തിന്റെ തിന്മ എന്ന് പറയുന്നത്? ദൈവഹിതത്തെ ലംഘിക്കുന്ന ആ പ്രക്രിയയിൽ കൂടെ നമ്മൾ കടന്നുപോയി ആ ആഗ്രഹത്തെ നമ്മൾ മുളപ്പിച്ച് അതിൽ കൂടെ നമ്മൾ പാപം ചെയ്യുക എന്നുള്ളത് ആണ് ഈ മെറ്റീരിയലിസം. അതായത് നമ്മൾ ഭൗതികമായിട്ട് നേടിയെടുക്കാനുള്ള ആഗ്രഹത്തെ തിന്മ ദൈവഹിതമല്ലാത്തതിൽ നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ്, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടു ദൈവത്തെ ഡിസൊബേ ചെയ്യുന്നതിൽ കൂടെയാണ്, അതാണ് നമുക്ക് ഏറ്റവും വലിയ കോസ്റ്റ്, ദൈവഹിതത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ചെലവ് എന്ന് പറയുന്നത്. അതാണ് സാത്താൻ നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു പ്രയോറിറ്റൈസ്ഡ് ലൈഫ്, മുൻഗണനാ ജീവിതം നമ്മൾ കൊടുക്കുക. അപ്പോ യേശു കർത്താവ് എന്താണ് ദൈവവചനത്തിൽ കൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? മുൻഗണന, എന്ത് കാര്യത്തിന് മുൻഗണന കൊടുക്കണം, ആ കാര്യത്തിന് നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവഹിത പ്രകാരം ദൈവിക വഴികളിൽ നിന്നുകൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയും. ഓക്കെ, തീർച്ചയായിട്ടും ദൈവത്തെ സേവിക്കുക എന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ നമ്പർ 1 മുൻഗണന എന്നുള്ളത്. ദൈവത്തെ സേവിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ നമ്പർ 1 പ്രയോറിറ്റി.
ഓക്കെ, അത് നമുക്ക് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടതാണ് വിഗ്രഹത്തെ ഒഴിവാക്കുക. വിഗ്രഹത്തെ ഒഴിവാക്കുക എന്ന് പറയുന്നത് എന്താണ് വിഗ്രഹം? ദൈവഹിതത്തിന് അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ആ ആഗ്രഹത്തിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ നേടിയെടുക്കുന്നോ, എന്തെല്ലാം നമ്മൾ കൈവശപ്പെടുത്തുന്നോ, അതെല്ലാം നമ്മുടെ വിഗ്രഹങ്ങളാണ്. കാരണം എന്താ, നമ്മൾ അതിനൊക്കെ എന്താ ചെയ്യുന്നത്? ദൈവഹിതത്തിന് മുകളിൽ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അതിന് നമ്മൾ ആഗ്രഹം നമ്മൾ മുളച്ച് അത് നമ്മൾ നേടിയെടുക്കാനായിട്ട് ആഗ്രഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹത്തിനേക്കാൾ മുകളിൽ സാത്താന്റെ ആ ഒരു ആഗ്രഹം, സാത്താനെ സേവിക്കാനായിട്ടാണ് നമ്മൾ മുൻകൈ എടുക്കുന്നത്. തീർച്ചയായിട്ടും നോക്കിയേ എത്രമാത്രം അപകടം ഇതിനകത്ത് പതിയിരിക്കുന്നു, അല്ലെ? ദൈവഹിതത്തിന് നമ്മൾ ഇത് മനസ്സിലാക്കുന്നതും കൂടി ഇല്ല, അല്ലെ? എത്രമാത്രം ഈ ഒരു കാര്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു എന്റെ ജീവിതത്തിൽ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കൺമോഹത്തിന് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സാത്താന്റെ കാര്യം അനുസരിച്ച്, അല്ലെങ്കിൽ സാത്താൻ പറയുന്ന കാര്യത്തെ അനുസരിച്ച് സാത്താനെ സേവിക്കുന്നവരായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതെന്താണ്? അതൊരു സാത്താൻ ഐഡൽ വർഷിപ്പിന്റെ ഓദറാണ്, അല്ലെ? വിഗ്രഹാരാധനയുടെ മുഖ്യ വ്യക്തിയാണ് സാത്താൻ എന്ന് നമുക്കറിയാം, അല്ലെ? അപ്പോ ഈ ഒരു കാര്യത്തിൽ കൂടെ നമ്മൾ വിഗ്രഹാരാധനയിലേക്ക്, അല്ലെങ്കിൽ അതെല്ലാം നമ്മുടെ മൂർത്തിയായിട്ട് അല്ലെങ്കിൽ വിഗ്രഹങ്ങളായിട്ട് തീരാനായിട്ട് പിന്നീട് സാധിക്കും. കാരണം നമ്മൾ അതിന് കൂടുതൽ എന്ത് കൊടുക്കുകയാണ്? നമ്മൾ അതിന് കൂടുതൽ പരിഗണന കൊടുക്കുകയാണ്, മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കാനായിട്ട് ഇടയായി തീരും. അത് ഒരു കാര്യം. ഓക്കെ, അപ്പോ ഇതിലെല്ലാം ഉള്ള സൂക്ഷ്മത, മീൻസ് സാത്താൻ ഇതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചതി നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ഈ സസൂക്ഷ്മമായിട്ട് സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ഈ കൊണ്ടുവരുന്ന ഈ പ്രലോഭനങ്ങൾ, ഈ മെറ്റീരിയലിസത്തിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഇതെല്ലാം നമ്മൾ ഏത് വഴിയിൽ കൂടെ, ഏത് ഡോട്ട്സിലെ കൂടെ നമ്മളെ കൊണ്ടുപോയി നമ്മളെ പാപത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ വളരെയധികം സസൂക്ഷ്മമായിട്ട് തന്നെ നമ്മൾ ഇതിനെ ചിന്തിച്ച് മനസ്സിലാക്കി ഇതിൽ നിന്നെല്ലാം അകന്നു നിൽക്കേണ്ടത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇവിടെ യേശു കർത്താവിനോട് എന്താ ഓഫർ ചെയ്തത്? എന്നെ ആരാധിക്കുകയാണെങ്കിൽ എന്ത് തരാം? ഈ കാണുന്നതെല്ലാം, അല്ലെ? ഈ രാജ്യങ്ങളെ, അവിടെ മഹത്വത്തെയും ഇതെല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരു ചോയ്സ് ആണ് യേശു കർത്താവിന് ഇവിടെ കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ ചിന്തിച്ചു യേശു കർത്താവിനെ പോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ്, സാത്താന്റെ ഇൻവോൾവ്മെന്റ് വരണമെന്ന് ആവശ്യമില്ല. അപ്പൊ നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടെ വേണം ഈ കാര്യത്തിൽ നിലനിൽക്കാൻ. മാത്രമല്ല ഡയറക്റ്റ് ആയിട്ട് ഒരു ചോയ്സ്, 2 ചോയ്സ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ, ഇല്ല ഇത് സാത്താനിൽ വരുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യും. അപ്പൊ ആ രീതിയിലില്ല. തീർച്ചയായിട്ടും വളരെ പിടികൊടുക്കാനാവാത്ത രീതിയിലുള്ള തന്ത്രങ്ങളായിരിക്കാം സാത്താൻ ഇതില് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പം നമ്മളപ്പോ മിക്കവാറും ഇങ്ങനെയുള്ള മെറ്റീരിയൽ പൊസഷൻസ് നമ്മൾ കൈവശമാക്കുന്നതിൽ കൂടെ സാത്താനെ നമ്മൾ ദൈവത്തിനേക്കാളും മുകളിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഈ ഭൗതികവാദത്തിന്റെ അല്ലെങ്കിൽ മെറ്റീരിയലിസത്തിന്റെ അന്തസത്ത അല്ലെങ്കിൽ മുഖ്യ സത്ത എന്ന് പറയുന്നത്. ഇതാണ് സാത്താനെ മുകളിലാക്കുക. അതേക്കോ എത്രമാത്രം സാത്താൻ അപ്പോൾ തന്നെ സേവിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കൂടെയാണ് വിശ്വാസികളായ നമ്മളെ ഓരോരുത്തരെയും വഴിതിരിച്ച് നമ്മൾ അറിയാത്ത രീതിയിൽ പെട്ടുപോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയൊക്കെ സാത്താൻ ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. നമ്മൾ എത്രമാത്രം സൂക്ഷ്മതയുള്ള ഒരു ജീവിതം നയിക്കണം, പ്രത്യേകിച്ച് നമ്മൾ മെറ്റീരിയൽ പൊസഷൻസിന്റെ കാര്യത്തിൽ, നമ്മുടെ ഭൗതികമായിട്ട് പല കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുക, കൈവശപ്പെടുത്തുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കർത്താവ് ഇതിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നതായുള്ള കാര്യം. രണ്ടാമത്തെ, ദൈവത്തെ സേവിക്കുക. ആദ്യം നമ്മൾ പറഞ്ഞു വിഗ്രഹത്തെ ഒഴിവാക്കുക. എന്താണ് വിഗ്രഹം നമ്മൾ കണ്ടു, അല്ലെ? രണ്ടാമത്തെ ദൈവത്തെ സേവിക്കുക എന്നുള്ളത്, സെർവ് ഗോഡ്. നമ്മുടെ ജീവിതത്തിന്റെ ആരാധന പാത്രം എന്ന് പറയുന്നത് ദൈവം മാത്രമായിരിക്കണം. കർത്താവിനെ സേവിക്കുക, അവനെ അനുസരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ഏറ്റവും നമ്പർ 1 പ്രയോറിറ്റി എന്ന് നമ്മൾ നേരത്തെ ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ യേശു കർത്താവ് പഴയ നിയമത്തിലെ വാക്യമാണ് കോട്ട് ചെയ്തിട്ട് സാത്താനോട് പറയുന്നത്, അല്ലെ? നമുക്കറിയാം ആവർത്തനം 6:13, 10, 20 ഒക്കെയാണ് യേശു കർത്താവ് കോട്ട് ചെയ്തിട്ട് പറയുന്നത്. അതായത് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് യേശു കർത്താവ് ഇവിടെ സാത്താനോട് എതിർത്ത് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു കടമയാണ്. നമ്മൾ അത് സൃഷ്ടി മുതൽ നമുക്കറിയാം, അല്ലെ? ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന്റെ മഹത്വം മാത്രമായിരിക്കണം മനുഷ്യന്റെ കടമ. അതുപോലെ ദൈവത്തെ സേവിക്കുക എന്നുള്ളതായിരിക്കണം മനുഷ്യന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഗിരി പ്രഭാഷണത്തിൽ യേശു കർത്താവ് ഈ കാര്യത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഇത് പറയുന്നുണ്ടല്ലോ. 2 സ്വാമികളെ
ഒരുപോലെ നിങ്ങൾക്ക് സേവിക്കാനായിട്ട് കഴിയത്തില്ല, ഇല്ലേ? പണവും അതുപോലെ ദൈവത്തെ നിങ്ങൾക്ക് സേവിക്കാനായിട്ട് കഴിയത്തില്ല. ഒന്നിനെ സേവിക്കുകയാണെങ്കിൽ മറ്റൊന്നിനെ നമ്മൾ വെറുക്കും, ഇല്ലേ? ഒന്നിനെ നമ്മൾ പരിചയം നിൽക്കുകയാണെങ്കിൽ മറ്റൊന്നിനെ നമ്മളെ എതിർക്കും. ഈ വ്യക്തമായിട്ട് ഈ കാര്യം യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോ ഇവിടെ യേശു കർത്താവ് ഈ വ്യക്തമായിട്ട് ഈ കാര്യം മനസ്സിലാക്കുക മാത്രമല്ല, യേശു കർത്താവ് സാത്താനെ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞ് ഇവിടെ സാത്താനെ എതിർത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ യേശു കർത്താവ് അങ്ങനെ പറഞ്ഞപ്പോൾ സാത്താൻ അത് അനുസരിച്ച് അവിടെ വിട്ടു പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്, അല്ലെ? അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, അല്ലെ? 11-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനെയാ വായിക്കുന്നത്. അതിനുശേഷം ദൂതന്മാര് ചെന്ന് എന്ത് ചെയ്തു? അവനെ ശുശ്രൂഷിച്ചു. അതായത് യേശു കർത്താവിന്റെ ആ പരീക്ഷണം അല്ലെങ്കിൽ ആ പ്രലോഭന സമയം അവിടെ കഴിഞ്ഞു. അതുകൊണ്ടാണ് ദൂതന്മാർ ചെന്ന് യേശു കർത്താവിനെ ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ബലപ്പെടുത്തി അവിടെ ശുശ്രൂഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത്, യേശു കർത്താവ് ഉപയോഗിച്ചതുപോലെ ദൈവവചനം പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ കാര്യം ചിന്തിച്ചതാണ്. യേശു കർത്താവ് ദൈവമാണ്, സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനും. അതുകൊണ്ട് യേശു കർത്താവിന് ആ കാര്യം വ്യക്തമായിട്ട് വചനം കോട്ട് ചെയ്തുകൊണ്ട് സാത്താനോട് എതിർത്ത് നിൽക്കാനായിട്ട് കഴിയും. കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് യഹൂദയുടെ ലേഖനത്തിൽ 9-ാം വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? അവിടെയും പ്രധാന ദൂതൻ എന്താ പറയുന്നത്? കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്നാണ് സാത്താനോട് പറയുന്നത്, അല്ലെ? പ്രധാന ദൂതന്മാർ പോലും അങ്ങനെയാ പറയുന്നത്. അപ്പൊ നമ്മളും ഒരു രീതിയിലും നമുക്ക് വചനം കോട്ട് ചെയ്തോ അല്ലെങ്കിൽ ആ യേശു കർത്താവ് ചെയ്ത അധികാരത്തോടു കൂടി നമുക്ക് ഒരു രീതിയിലും സാത്താനെ നമുക്ക് എതിർത്ത് നിൽക്കാനായിട്ട് കഴിയത്തില്ല. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്തു, നമ്മുടെ ഒരു ഡിഫെൻഡിന് വേണ്ടിയിട്ട്, നമ്മള് അതിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടായിരിക്കണം ആ സമയത്ത് നമ്മൾ ദൈവവചനങ്ങൾ ഓർത്ത് മനസ്സിൽ കുറികൊണ്ട് അവനോട് എതിർത്ത് നിൽക്കേണ്ടത്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ആ പ്രലോഭത്തിൽ നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും കൂടി ആയിരിക്കണം നമ്മൾ ദൈവവചനം നമുക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം സാത്താൻ നമ്മള് ഈ ഭാഗത്തുനിന്ന് സാത്താൻ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം, നമ്മള് സാത്താന്റെ ആ പ്രലോഭനത്തിന് നമ്മൾ അടിമപ്പെടുകയോ ഇല്ലയോ, അതോ ദൈവത്തെ നമ്മൾ ശ്രദ്ധിക്കുകയോ ഇല്ലയോ? ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ മുഖ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. യേശു കർത്താവ് ഇവിടെ അങ്ങനെ പറഞ്ഞു, സാത്താൻ അവനെ വിട്ടുപോയി. നമ്മളും ഈ ദൈവവചനങ്ങൾ ആ സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ച് മനസ്സിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? സാത്താന് മനസ്സിലാകും നമ്മൾ ഒരിക്കലും നമ്മൾ അവന് അടിയറവ് കൊടുക്കത്തില്ല. മാത്രമല്ല, നമ്മൾ ദൈവത്തെ മാത്രം അനുസരിക്കുള്ളൂ, ദൈവിക മഹത്വമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ വിട്ടു പോകാനായിട്ട് ഇടയായി തീരും. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മൾ ഈ സാത്താന്റെ ഈ തന്ത്രങ്ങളെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, 3 വഴികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു മൃഗശാലയിലേക്ക് വേണ്ടിയിട്ട് കുരങ്ങന്മാരെ പിടിക്കാൻ ഒരു തന്ത്രം ഉണ്ടായിരുന്നു. ആഫ്രിക്കയിൽ നൈറോബിയിലാണ് അവിടുത്തെ ഒരു ഗെയിം പാർക്കിലേക്ക് കുരങ്ങന്മാരെ പിടിക്കാനായിട്ടാണ് ഈ തന്ത്രം ഉപയോഗിച്ചിരുന്നത്. എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ല നീട്ടുള്ള കഴുത്തുള്ള ഒരു ജാറ്, ആ ജാറിന്റെ ഉള്ളില് സൂര്യപ്രകാശം തട്ടുമ്പോൾ തിളങ്ങുന്ന എന്തെങ്കിലും ഒരു മെറ്റൽ അതിന്റെ അകത്ത് വെക്കും. അപ്പൊ ഈ കുരങ്ങന്മാര് മരത്തിൽ കൂടെ ചാടി ഓടി നടക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ലൈറ്റ് പ്രതിഫലിക്കുന്ന കണ്ടിട്ട് അവരെ കണ്ണ് അതിൽ ഉടക്കിയിട്ട് അവര് ആ സാധനം എടുക്കാനായിട്ട് ഈ കഴുത്ത് നീളമുള്ള ജാറിൽ എന്ത് ചെയ്യും? അവരെ കൈകൊണ്ടിടും. അവരെ കൈകൊണ്ടിട്ടിട്ട് ആ സാധനം പിടിച്ചതിന് ശേഷം അവരെ കൈ മടക്കിയിട്ടാണ് തിരിച്ച് പിൻവലിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നീട്ടമുള്ള കഴുത്തുള്ള ജാറില് കൈ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് കഴിയും, കൈ മടക്കിക്കൊണ്ട് നമുക്ക് അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? അത് ഈ കുരങ്ങന് ഒരിക്കലും തന്റെ കയ്യിൽ കിട്ടിയ സാധനം വിടാനായിട്ട് ഒരിക്കലും മനസ്സ് വരത്തില്ല. അത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യും? അത് കൈ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മടക്കിക്കൊണ്ട് ആ തിരിച്ച് പിന്നിലേക്ക് വലിക്കുമ്പോൾ ഒരിക്കലും തനിക്ക് ആ കൈ വിട്ടു കിട്ടുകയും കൂടിയില്ല. അപ്പോ എന്ത് ചെയ്യും? അപ്പോ പിടിക്കുന്ന ആൾക്കാര്, ഇതാണ് അവരെ കൊടുക്കുന്ന ഒരു കെണി എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ അപ്പോ കുരങ്ങൻ ഒരു രീതിയിൽ അത് വിടാതെ അവിടെ ഇരിക്കുമ്പോൾ അവരെ അടുത്ത് ചെന്നിട്ട് അവരെ കെണി വെച്ചിരിക്കുന്നവർ അവരെ ചെന്ന് പിടിച്ച് മൃഗശാലയിലേക്ക് അവരെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് സാത്താനും നമ്മളെ നമ്മുടെ മുകളിൽ ചെയ്യുന്ന അവന്റെ ട്രിക്കുകളൊക്കെ ഈ രീതിയിലാണ്. നമ്മൾ എന്ത് ചെയ്യും? കൺമോഹത്തിൽ കൂടെ കാണിച്ച് നമ്മളെ പല ഭൗതിക സാധനങ്ങൾ കൈവശപ്പെടുത്താനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം മുളപ്പിക്കും. അത് ദൈവത്തിനെ അനുസരിക്കുന്നതിന്റെ അപ്പുറത്തേക്കായിരിക്കും നമ്മളെ ലീഡ് ചെയ്യുന്നത്. മാത്രമല്ല, അത് പലപ്പോഴും നമ്മൾ അത് വിട്ടുപോവുക, അല്ലെങ്കിൽ ദൈവഹിതത്തിന് അപ്പുറത്തേക്ക് നമ്മൾ
അത് വിടുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും എന്താണ്, അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തീരും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ ചിന്തിക്കുകയായിരുന്നു സാത്താൻ എങ്ങനെയൊക്കെ നമ്മളെ, ഏതെല്ലാം വഴികൾ കൂടെ സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്നു, എങ്ങനെയൊക്കെ നമ്മൾ ആ പ്രലോഭനത്തിൽ വീഴാണ്ട് നമ്മളെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. പല ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഓരോ വഴിയിലും 2 ഓൾട്ടർനേറ്റീവ്സ് മിക്കവാറും ഉണ്ടാവും. ഒന്ന്, നമുക്ക് പ്രലോഭനത്തിൽപ്പെട്ട് നമുക്ക് പാപത്തിന് അടിമകളായിട്ട് തീരാം, ദൈവഹിതത്തിനെതിരെ പോകാം, ദൈവിക പദ്ധതികൾക്കെതിരെ നമുക്ക് പോകാം, ദൈവത്തിനെ അപമാനിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകാം. രണ്ടാമതെന്ന് പറയുന്നത് ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തുന്ന ഒരു മുൻഗണനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നയിക്കാനായിട്ടുള്ള ഒരു ചോയ്സുമാണ് ദൈവം നമുക്ക് നൽകി തരുന്നത്. വിശ്വാസികളായിട്ടുള്ള നമ്മൾ എത്രമാത്രം ഈ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈ നാളുകളിലെ ഈ കൺമോഹം, അതുപോലെ ജീവനത്തിന്റെ പ്രതാപം, ജഡാഭിലാഷം, ഇതെല്ലാം നമ്മൾ എത്രമാത്രം ഇത് അവെയർ ആയിരിക്കണം, അറിഞ്ഞുകൊണ്ട് വളരെയധികം ബോധപൂർവം നമ്മൾ ഇതിനെ എതിർത്ത് നിൽക്കാൻ തക്കോണം. യേശു കർത്താവിന്റെ പ്രലോഭന ജീവിതത്തിൽ കൂടെ, ഈ ജീവിതത്തിലുണ്ടായ പ്രലോഭനത്തിൽ കൂടെ നമ്മൾ പഠിക്കാനായിട്ട് പല കാര്യങ്ങൾ, ജസ്റ്റ് നമ്മൾ അതിനെ ഇത്ര ഡീപ്പായിട്ട് പഠിച്ചില്ല, എന്നാലും നമ്മൾ ചില കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. ഈ വചനങ്ങളെ ദൈവം എന്നെയും നിങ്ങൾ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിൽ ദൈവഹിത പ്രകാരം, ദൈവഹിതത്തിനകത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്, അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ദൈവനാമത്തിന് വേണ്ടി യൂസ് ചെയ്യും, ഉപയോഗിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഈ വചനങ്ങളെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു നൈസി സിസ്റ്റർ. വളരെ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് യേശു കർത്താവിന്റെ ആ പരീക്ഷണത്തോടുള്ള ബന്ധത്തില് നമുക്ക് ആ കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ഇടയാക്കി തീർത്തു. നമ്മുടെ പ്രലോഭനത്തിന്റെ 3 രീതികൾ നമുക്ക് ഇന്നും പഠിക്കുവാൻ സാധിച്ചു. ജഡമോഹം നമ്മൾക്ക് പഠിച്ചു. ഇന്ന് നമുക്ക് ആ പ്രലോഭനം അല്ലെങ്കിൽ പ്രൈഡ്, മൂന്നാമതായിട്ട് കൺമോഹം, ആ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് എന്നും നാം അതിനെ എങ്ങനെ എതിർത്ത് നിൽക്കണം എന്നും നമുക്ക് വളരെ മനസ്സിലാവുന്ന രീതിയിൽ എക്സാമ്പിളോടെ പറഞ്ഞു തരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. നമ്മുടെ ജീവിതത്തിലും നാം സ്വയം മഹത്വം കാണാതെ സാത്താന്റെ താല്പര്യത്തോട് നാം ചേർന്നു പോകാതെ ദൈവഹിതപ്രകാരം നമുക്ക് ജീവിക്കുവാനും, നമ്മിൽ മതിപ്പൊന്നും ഉണ്ടാക്കാതെ ദൈവത്തിന് മതിപ്പ് കൊടുത്തുകൊണ്ട്, മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഇടയാകട്ടെ. അതിന് നമുക്ക് താഴ്മ വളരെ ആവശ്യമാണ്. പിന്നെ മൂന്നാമതായി നാം കൺമോഹത്തെ കുറിച്ച് പഠിച്ചു. നമ്മുടെ ജീവിതത്തില് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ദൈവഹിതപ്രകാരം നമുക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ വാങ്ങുവാനും, ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം സാത്താന് പല രീതിയിൽ നമ്മളെ പ്രലോഭിപ്പിക്കും. എന്നാൽ ദൈവഹിതപ്രകാരം ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, ദൈവത്തിന്റെ ഹിതം നമ്മൾ അനുസരിച്ചുകൊണ്ട്, ദൈവത്തെ സേവിച്ചുകൊണ്ട്, നമുക്ക് ദൈവത്തിന് വിഗ്രഹങ്ങളെ സേവിക്കാതെ, വിഗ്രഹങ്ങളെ എന്ന് പറയുമ്പോൾ ദൈവത്തെക്കാൾ കൂടുതലായി നാം എന്തിനെ ആഗ്രഹിക്കുന്നുവോ അതാണല്ലോ വിഗ്രഹം. അങ്ങനെ ദൈവത്തെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരാഗ്രഹവും വരാതെ നമുക്ക് ദൈവവചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ സാത്താന്റെ പ്രലോഭനങ്ങളെ നമുക്ക് നേരിടാം. അതിനായിട്ട് നമുക്ക് ഈ പഠിച്ച, നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യട്ടെ. നൈസി സിസ്റ്ററേയും വളരെ ഇതിന്റെ പിന്നില് പഠിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതോർത്ത്, കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതോർത്ത് ദൈവം കൂടുതലായിട്ട് ഇനിയും സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച വരെയും ഈ വിഷയത്തെ ഓർത്ത്, സിസ്റ്ററിനെ ഓർത്ത് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജമ്മു കാശ്മീരിലെ അവരുടെ പ്രവർത്തനങ്ങളെയും കുടുംബത്തെയും ഓർത്ത് നമുക്ക് വിശേഷാൽ പ്രാർത്ഥിക്കാം. ഇന്ന് ഓപ്പണിംഗ് പ്രയർ ചെയ്ത ഗ്രേസ് കുട്ടി ആന്റിയോടും, അതേപോലെ പാട്ടുപാടിയ ടൈനി പ്രിൻസിനോടും, ഇനി ക്ലോസിംഗ് പ്രയർ ചെയ്യാനിരിക്കുന്ന ലവ്ലി സിസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജോയിൻ ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ നൈസി സിസ്റ്ററെയും നമുക്ക് പ്രാർത്ഥനയിൽ കൂടുതലായിട്ട് ഓർക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കും ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ചുമതലപ്പെട്ട സഹോദരിമാരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.
ഇപ്പോൾ ലവ്ലി സിസ്റ്റർ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ലവ്ലി തോമസ്. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഏറ്റവും ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവത്തിന്റെ പാദപീഠത്തെങ്കിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് അടിയങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ് കർത്താവപ്പ. അങ്ങ് എത്രയോ വലിയവനായ ദൈവം കർത്താവപ്പ. അങ്ങയ്ക്ക് തുല്യനായിട്ട് ആരുമില്ല കർത്താവെ. ഉന്നതങ്ങളിൽ വസിക്കുന്ന കർത്താവെ, പരമാധികാരിയായ ദൈവം അങ്ങായിരിക്കാൽ സ്തോത്രം. ഈ ഭൂമിയിൽ ഇരുന്ന് കർത്താവപ്പ അങ്ങയുടെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് കർത്താവിന്റെ വചനം പഠിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയ ഈ നല്ല സമയത്തിനായിട്ട് അടിയങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങയുടെ വചനത്തിന് മുമ്പ് കർത്താവപ്പ അടിയങ്ങൾക്കായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ കർത്താവപ്പ. ക്രിസ്തീയ സഹോദരി ഗ്രൂപ്പിലൂടെ കർത്താവ് ഞങ്ങൾക്ക് നൽകി തരുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്കായി ആയിരം സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവ്. അതിനായി പ്രിയ നൈസി സിസ്റ്ററിനെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചല്ലോ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് കർത്താവെ, പിശാച് കർത്താവെ ഏതെല്ലാം രീതിയിലാണ് ഞങ്ങളെ കർത്താവെ പരീക്ഷിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് പ്രിയ മകളിൽ കൂടി കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവപ്പ. ഈ കേൾക്കുന്ന വചനങ്ങൾ കർത്താവെ മൂലം ഞങ്ങളുടെ കുറവുകൾ കണ്ടുപിടിച്ച് അത് പരിഹരിപ്പാനും കർത്താവിനോട് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ ജീവിപ്പാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ കേട്ട കർത്താവെ, പ്രധാനപ്പെട്ട കർത്താവെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ജീവനത്തിന്റെ പ്രതാപങ്ങൾ കർത്താവപ്പ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ടോ എന്ന് ഞങ്ങളെ തന്നെ പരിശോധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവപ്പ. സ്വയമായിട്ട് മഹത്വം എടുക്കുന്ന രീതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ കർത്താവെ? ദൈവഹിതത്തിന് കർത്താവെ എതിരായിട്ട് കർത്താവെ പലപ്പോഴും ഞങ്ങൾ സ്വയമായിട്ട് ഞങ്ങളെ തന്നെ ഉയർത്തുന്നവരായി തീർന്നിട്ടുണ്ടോ അപ്പ? ഞങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കട്ടെ കർത്താവെ. വചനമാകുന്ന കണ്ണാടി ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടല്ലോ അപ്പ. അതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാൻ എപ്പോഴും താഴ്മ ധരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക അധികാരത്തെ തിരിച്ചറിഞ്ഞു കർത്താവെ അത് പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവ മഹത്വത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങൾ ജീവിപ്പാന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്മയുള്ളവരെ ഉയർത്തുന്ന ദൈവം അങ്ങാണല്ലോ അപ്പ. ഏറ്റവും താഴ്മയോടെ ഞങ്ങളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠർ എന്ന് എണ്ണിക്കൊണ്ട് ജീവിപ്പാനുള്ള ദൈവിക കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കൺമോഹത്തെ കുറിച്ചും കർത്താവ് ഞങ്ങൾ കേട്ടു അപ്പ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവ് ഉയർന്നവരായി കാണിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ച് ആഗ്രഹിച്ച് അതൊക്കെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ ഏറ്റെടുപ്പാൻ തക്കവണ്ണം പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങളെ തന്നെ ഞങ്ങൾ പരിശോധിക്കട്ടെ അപ്പ. കുറവുകളുണ്ട് കർത്താവെ. ഞങ്ങൾ താഴ്മയോടെ കർത്താവിന്റെ സന്നിധിയിലെല്ലാം ഏറ്റുപറയുകയാണ് അപ്പ. അങ്ങനെയൊന്നും സംഭവിക്കാതെ കർത്താവ് ഈ വചന പഠനം മുഖാന്തരം അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഈ കുറവുകളെല്ലാം മാറ്റി ഏറ്റവും കർത്താവിന്റെ ഹിതം അറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതത്തെ ലംഘിക്കുന്നതിലൂടെ കർത്താവെ നേടിയെടുക്കുന്ന എല്ലാ കാര്യങ്ങളും പാപമാണെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ കർത്താവ് ഭയത്തോടെ ഭക്തിയോടെ അങ്ങയുടെ വചനത്തിന്റെ മുമ്പിൽ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അങ്ങ് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് കർത്താവ്. അതിന് പ്രകാരം മാത്രം ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ഒന്നും ഓർക്കല്ലേ, കണക്കിടരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. പ്രത്യേകിച്ച് കർത്താവെ നൈസി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രിയമകളെ കർത്താവ് ബലപ്പെടുത്തി ശക്തീകരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനേകം സമയങ്ങൾ കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ ഇരുന്ന് പഠിച്ച് ഞങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരുവാൻ തക്കവണ്ണം വലിയ ദൈവിക കൃപ പ്രിയമകൾക്ക് നൽകി അനുഗ്രഹിച്ചതിനായി സ്തോത്രം. തുടർന്നുള്ള ക്ലാസ്സുകളിലും പ്രിയമകളെ കർത്താവ് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വചനം പഠിപ്പാനും ധ്യാനിപ്പാനുള്ള സമയങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബമായി അവർ കർത്താവെ ജമ്മു കാശ്മീരിന്റെ പ്രദേശങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ, അവർ ചെയ്യുന്ന വേലയെ മാനിക്കണമേ കർത്താവെ. അനേകരോട് കർത്താവിന്റെ സുവിശേഷം പറഞ്ഞ് ഈ സത്യസുവിശേഷം കേട്ട് അനേകർ കർത്താവിങ്കിലേക്ക് വരുവാൻ തക്കവണ്ണം പ്രിയമക്കളുടെ പ്രവർത്തനങ്ങൾ മൂലം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട് കർത്താവെ. എന്നാൽ അതിന്റെ മധ്യേ അതിശയമായിട്ട് കർത്താവ് അവരെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ. കർത്താവ് ഇന്നത്തെ പ്രയർ കർത്താവെ ഇത്രമാത്രം അനുഗ്രഹമാക്കി കർത്താവ് തീർത്തല്ലോ, നന്ദിയോടെ സ്തോത്രം. ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം സിസ്റ്റർ ഡാർലിയെ കർത്താവ് ബലപ്പെടുത്തി
ബലപ്പെടുത്തി സഹായിച്ചു. പ്രിയമകളെ കർത്താവെ വളരെയധികം അനുഗ്രഹത്തോടെ ആക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവ് ലീഡ് ചെയ്യുവാൻ പ്രിയമകളെ ബലപ്പെടുത്തി ശക്തീകരിച്ചു, അതിനായി സ്തോത്രം. അതുപോലെ ഓപ്പണിംഗ് പ്രയർ ചെയ്യുവാൻ തക്കവണ്ണം സിസ്റ്റർ ഗ്രേസി ജോൺസൺ ആന്റിയെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ, സഹായിച്ചല്ലോ. കർത്താവെ എല്ലാ അനുഗ്രഹങ്ങളാലും പ്രിയമകളെയും കർത്താവ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പാടുവാൻ തക്കവണ്ണം സിസ്റ്റർ ടൈനി പ്രിൻസിനെ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. തേടിയിടും ഞാൻ ദിവ്യ തിരുമൊഴി എന്ന് പാടുവാൻ കർത്താവപ്പ. ഞങ്ങൾക്ക് കർത്താവെ ആ ദിവ്യ തിരുമൊഴി അല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവപ്പ. ദൈവവചനത്തെ കർത്താവ് പ്രകീർത്തിച്ചുകൊണ്ട് ആ പാട്ട് പാടുവാൻ തക്കവണ്ണം പ്രിയ മകളെ ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചല്ലോ. അതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവ് ഞങ്ങൾ കേട്ട വചനങ്ങൾ കർത്താവെ അത് ഞങ്ങൾ അതുപോലെ കർത്താവെ അംഗീകരിച്ച് അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരുവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ആദ്യോടന്തം കർത്താവിന്റെ കൃപ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. ഇത്രമാത്രം അനുഗ്രഹത്തോടെ കർത്താവെ ഈ മീറ്റിംഗ് കർത്താവ് അനുഗ്രഹിച്ചു തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ സഹോദരിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ, മാനിക്കണമേ. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ സഹോദരിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരുടെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏറ്റവും അനുഗ്രഹമായിട്ട് കർത്താവെ ഈ ശുശ്രൂഷകളെല്ലാം നടക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന ചെയിൻ പ്രേയറിനെ ഓർത്തും പ്രാർത്ഥിക്കുന്നു, അതും അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഇഴകളായ അടിയങ്ങളുടെ പ്രാർത്ഥന അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം. ഇഴയായ അടിയന്റെ കർത്താവെ പുറവശങ്ങളെ ഒന്നും കർത്താവ് കണക്കിടലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വവും അങ്ങെടുക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. ആമേൻ. സ്തോത്രം. താങ്ക് യു സിസ്റ്റർ. Praise the Lord. Praise the Lord. Thank you, Sister Nicely. Bye. Praise the Lord. Praise the Lord. Okay, Andy. ബൈ ബൈ. Bye, bye, bye. Ida.